capacitive circuit. Capacitor across ഏതാ lead ചെയ്യുന്നത്? Capacitor across, which one leads in the case of capacitor? Current or voltage? Current leads in the case of capacitor. Capacitor in the case of current ആണ് lead ചെയ്യുന്നത്. Voltage lags by pi by 2. Pi by 2 lag ചെയ്യും. അപ്പോൾ voltage current എന്ന് across the capacitor pi by 2 താഴേക്ക് വരക്കണം. ഓക്കെ, അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ലീഡ്സ് ബൈ പൈ ബൈ 2. അപ്പോൾ വോൾട്ടേജ് നമ്മൾ മോളിലോട്ട് വരക്കേണ്ടി വരും ബൈ എൻ എമൗണ്ട് പൈ ബൈ 2. ഓക്കെ, പൈ ബൈ 2 മോളിലോട്ട് വരക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് നമുക്ക് LCR സർക്യൂട്ട് ആണ്, മൂന്നും കൂടി ഒരുമിച്ച് വരക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഫേസർ ഡയഗ്രാം. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഓരോ ഇൻസ്റ്റന്റിലും ഓരോന്നിന് അക്രോസ് ഉള്ളത്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എടുക്കുമ്പോൾ വി സോഴ്സിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് VL പ്ലസ് VC പ്ലസ് VR ആണ് എന്ന് കരുതി മാക്സിമം വോൾട്ടേജ്, ദി മാക്സിമം വോൾട്ടേജ് ഈസ് നോട്ട് മാക്സിമം ഓഫ് ഇൻഡക്ടർ പ്ലസ് മാക്സിമം ഓഫ് കപ്പാസിറ്റർ പ്ലസ് മാക്സിമം ഓഫ് റെസിസ്റ്റർ അല്ല. പറഞ്ഞു മനസ്സിലായോ? അതിനാണ് നമ്മൾ മുമ്പ് വേറെ ഇക്വേഷൻസ് ഒക്കെ ഓരോന്നിനകത്തും ഡിറൈവ് ചെയ്തിട്ടുള്ളത്. റൂട്ട് ഓഫ് VL സ്ക്വയർ പ്ലസ് VC സ്ക്വയർ അങ്ങനെയൊക്കെ സംഭവം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് VL സ്ക്വയർ പ്ലസ് VR സ്ക്വയർ ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. കാരണം മാക്സിമം അല്ലാത്തത് എന്തുകൊണ്ടാണ്? വി ഈക്വൽ ടു VL പ്ലസ് VC പ്ലസ് VR ആണ് ഇൻസ്റ്റന്റേനിയസ്. ഓരോ ഇൻസ്റ്റന്റിലും ഓരോന്നിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എടുത്താൽ മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷെ സോഴ്സിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇൻഡക്ടറിന്റെ മാക്സിമം പ്ലസ് കപ്പാസിറ്ററിന്റെ മാക്സിമം പ്ലസ് റെസിസ്റ്ററിന്റെ മാക്സിമം അല്ല. കാരണം മൂന്നും ഒരുമിച്ചല്ല എന്താവുന്നത്, മാക്സിമം ആവുന്നത്. മനസ്സിലായോ? ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും അക്രോസ് മൂന്നും ഒരുമിച്ച് മാക്സിമം ആവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കാൻ അത് ചെയ്താൽ മതി. ഇൻഡക്ടർ മാക്സിമം ആവുമ്പോൾ ചിലപ്പം റെസിസ്റ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും, കപ്പാസിറ്റർ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഓരോ വാല്യൂസ് വരിക. അപ്പൊ മൂന്നും കൂടി മാക്സിമം കിട്ടുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവണം. ഓക്കെ, മനസ്സിലായോ? സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫേസർ ഡയഗ്രാം നമ്മൾ വരക്കുന്നത്. ഫേസർ ഡയഗ്രാം വരക്കുന്നത്. സോ ഫേസർ ഡയഗ്രത്തിനകത്ത് ഞാൻ ആദ്യം നേരത്തെ മുമ്പ് വരച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്യാണ്. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി I ആണ് ഞാൻ അലോങ് എക്സ് ആക്സിസ് വരക്കുക. ഐ എം ഡ്രോയിങ് I അലോങ് എക്സ് ആക്സിസ്. I അലോങ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ I0 അലോങ് എക്സ് ആക്സിസ് വരച്ചു. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എങ്ങനെയാ ഉണ്ടാവുക? ഹൗ വിൽ ബി ദി വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ? അലോങ് എക്സ് ആക്സിസ് തന്നെ. ദാറ്റ് ഈസ് VR0. അതിന്റെ മാക്സിമം വാല്യൂ ഞാൻ VR0 എന്ന് എഴുതാണ്. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള മാക്സിമം വാല്യൂ VR0. That can be written as I0 into R. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റർ ഈസ് മാക്സിമം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. മാക്സിമം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, ഒക്കെ കഴിഞ്ഞ ക്ലാസ് ചെയ്ത സംഭവങ്ങളാണ്. ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കിയ അല്ലെങ്കിൽ മുമ്പത്തെ നോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡക്ടർ എങ്ങോട്ടാ വരിക? How will be the potential difference across inductor? ഏത് ഡയറക്ഷനിലാണ് വരിക? പെട്ടെന്ന് പറഞ്ഞേ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലേ? Will be the potential difference across inductor. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങോട്ടാ വരിക? പോസിറ്റീവ് y അല്ലേ? The potential difference across inductor leads the current by pi by 2 അല്ലെങ്കിൽ 90 ഡിഗ്രി ലീഡ് ചെയ്യാണ്. So that is along പോസിറ്റീവ് y ഡയറക്ഷൻ. സോ ഈ ഡയറക്ഷനിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡക്ടർ വരും. ദിസ് വിൽ ബി VL0. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് I0 into XL. വാട്ട് ഈസ് XL? XL എന്തായിരുന്നു? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. XL is called inductive reactance. Its value is L omega. So current into resistance ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ അക്രോസ് ഉള്ള മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. Okay, now let's how about capacitor? Capacitorന്റെ കേസ് എങ്ങനെയാ? Across the capacitor that will be along negative y direction. Like capacitor across that will be along negative y direction. So that is given by VC0 is I0 into XC. I0 into XC will be the maximum value of potential difference across capacitor. ഓക്കെ, നൗ ഇതിന്റെ മൂന്നിന്റെയും കൂടി റിസൾട്ടന്റ് ആണ്. ഈ മൂന്ന് മാക്സിമത്തിന്റെയും കൂടി റിസൾട്ടന്റ് വെക്ടർ ഇത് വെക്ടർ അല്ല, പക്ഷെ ചെയ്തു വരുമ്പോൾ നമുക്ക് വെക്ടർ പോലെ കിട്ടുന്നു എന്ന് മാത്രം. SHM ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ
ഇതിന്റെ മൂന്നിന്റെയും കൂടി റിസൾട്ടന്റ് ആണ് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ, മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ സോഴ്സിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോഴ്സിന്റെ മാക്സിമം ഇസ് ദി റിസൾട്ടന്റ് ഓഫ് ദീസ് ടു മാക്സിമ. ഈ മൂന്നിന്റെയും കൂടി മാക്സിമയാണ് സോഴ്സിന്റെ മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി മാക്സിമം ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. സോ ഇതിനകത്ത് റിസൾട്ടന്റ് വി സിയുടെയും വി എല്ലിന്റെയും റിസൾട്ടന്റ് എന്താ വരാം? ദാറ്റ് വിൽ ബി വി എൽ മൈനസ് വി സി. കറക്റ്റ് അല്ലേ? വി എൽ 0 മൈനസ് വി സി 0. ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും കൂടി റിസൾട്ടന്റ് ആയിട്ട് വരും. പറയാൻ മനസ്സിലായോ? വി എൽ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് വരും, വി സി ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ താഴേക്ക് വരും. പിന്നെ ഇതിന്റെ പിന്നെ ഉള്ള റിസൾട്ടന്റ് ഏതാണ്? പിന്നെ മൂന്നാമത്തെ സംഭവം ഈ വി ആറിന്റെയും കൂടി റിസൾട്ട്. ദിസ് വിൽ ബി ദി റിസൾട്ട്. So this will be the resultant. This is V0. This is V0. Is it clear? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെയിം സംഭവം തന്നെ മൂന്നാള് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം നമ്മൾ വരക്കണം. സോ V0ന്റെ ഇക്വേഷൻ എന്താ വരിക? V0 is equal to square root of VR square plus അല്ലെങ്കിൽ VR0 square plus VL0 minus VC0 the whole square. VL0 minus VC0 the whole square. So this is V0 into root of VR0 എന്താണ്? I0 into R the whole square plus VL എന്താണ്? I0 into XL. So അത് പുറത്തെടുക്കാം. XL minus XC the whole square. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. V0 into V0 is equal to VR0 plus VL minus VC കൂടി റിസൾട്ടന്റിന്റെ സ്ക്വയർ. ഓക്കെ, നമ്മൾ വെക്ടർ സം എടുക്കുകയാണ് അവിടെ ചെയ്തത്. സോ ഫ്രം ദിസ് I0 സ്ക്വയർ രണ്ടിനകത്തും ഉണ്ടാവും. I0 സ്ക്വയർ രണ്ടിനകത്തും ഉണ്ടാവും. സോ I0 പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവുക I0 പുറത്തെടുത്താൽ I0 ആയിട്ട് മാറും. I0 സ്ക്വയർ പുറത്തെടുത്താൽ I0 ആയിട്ട് മാറും. റൂട്ട് ഓഫ് R square plus XL minus XC the whole square V0. Or I0 is given by V0 by Z. V0 by Z. And V0 is given by I0 into Z. Where Z is equal to Z എന്താണ് ഇതിനകത്ത്? Root of R square plus XL minus XC the whole square. Z is equal to root of R square plus XL minus XC the whole square. This is called ഇതിനെന്താ പറഞ്ഞിരുന്നു നമ്മള്? ഇംപിഡൻസ് അല്ലെ? ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട്. This is called impedance of the circuit. ഇതിനെയാണ് നമ്മൾ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, is it clear? Okay. സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് കിട്ടി, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് കിട്ടി. വി ഗോട്ട് ദി മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് വി ഗോട്ട് ദി ഇംപിഡൻസ് ഫ്രം ദിസ് ഡയഗ്രാം. ഓക്കെ, ഇനി ഇതിനകത്ത് മാക്സിമം വാല്യൂ മാത്രം പോരാ, നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്തും കൂടി വേണം? ഫൈ എന്ന് പറയുന്ന സംഭവം കൂടി അറിയാം. I equal to I0 sin omega t plus phi. ആ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ടും കൂടി നമുക്ക് ഇവിടെ ആവശ്യമാണ്. സോ വാട്ട് ഇസ് ദാറ്റ് ഫൈ ഹിയർ? ഇവിടെ ഫൈ എന്താ വരാ? വാട്ട് വിൽ ബി ഫൈ? ഫൈ എന്താ വരാ? tan phi is equal to, from the figure, tan phi is equal to എന്താ വരാ? tan phi is equal to VL0 minus VC0 divided by VR0. VR0. That is I0 into XL minus XC. അല്ലേ? VL0 എന്ന് പറഞ്ഞാൽ I0 into XL, VC0 എന്ന് പറഞ്ഞാൽ I0 into XC. I0 കോമൺ എടുത്താൽ ഇങ്ങനെ വരും. Divided by I0 into R. I0 കട്ടായി പോകും. XL minus XC by R. Tan phi is equal to XL minus XC by R. ഇതാണ് tan phi. So what is that phi? Phi എന്താണ്? Phi is the phase difference between voltage and current. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫൈ എന്ന് പറയുന്നത്.
ഇത് നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ എക്സ് എൽ മൈനസ് എക്സ് സി മാറും വെച്ച് മാത്രം എന്ത് ചെയ്യുവാണെങ്കിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം അല്ലെ. ആ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ ഒരു R ഓപ്പോസിറ്റ് സൈഡ് എക്സ് എൽ മൈനസ് എക്സ് സി ഉള്ള ഒരു ട്രയാങ്കിൾ വരക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താ വരും? വാട്ട് വിൽ ബി ദി ഹൈപ്പോട്ടന്യൂസ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് സെഡ്. സെഡ് എന്ന് പറയും. സോ ഈ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദിസ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇംപിഡൻസ് ട്രയാങ്കിൾ, ഇതിനെയാണ് നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിനകത്ത് രണ്ടെണ്ണേ ഉള്ളായിരുന്നു, ഇതിനകത്ത് മൂന്നെണ്ണം വന്നു എന്ന് മാത്രം. ഇനി എക്സ് സി മൈനസ് എക്സ് എൽ, എക്സ് സി ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇഫ് എക്സ് സി ഈസ് മോർ, വാട്ട് വിൽ ഹാപ്പൻ? താഴേക്ക് വരുന്ന മാത്രം അല്ലെ. എക്സ് സി മൈനസ് എക്സ് എൽ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ എക്സ് എൽ കൂടുതലാണെങ്കിൽ കറണ്ട് ആണോ വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുക? ഇഫ് എക്സ് എൽ ഈസ് മോർ ദാൻ എക്സ് സി, വിച്ച് വൺ വിൽ ലീഡ്? കറണ്ട് ഓർ വോൾട്ടേജ്? വിച്ച് വൺ വിൽ ലീഡ്? ഇഫ് എക്സ് എൽ ഈസ് മോർ ദാൻ എക്സ് സി, വിച്ച് വൺ വിൽ ലീഡ്? കറണ്ട് ആണോ വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുക? വോൾട്ടേജ് ലീഡ് ചെയ്യും അല്ലേ. നമ്മൾ എക്സ് എൽ ഈസ് മോർ ദാൻ എക്സ് സി എന്ന് പറയുമ്പോൾ ഡയഗ്രം എങ്ങനെയാണ് വന്നത്? ഇപ്പൊ വോൾട്ടേജ്, റിസൾട്ടന്റ് വോൾട്ടേജ് കറണ്ടിനേക്കാളും മുന്നിൽ ലീഡ് ചെയ്യാം. ഓക്കെ, എക്സ് സി ആയിരുന്നു കൂടുതൽ എന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് അല്ലെ, ഈ ഇവിടെ താഴേക്ക് വി എൽ മൈനസ് വി സി എന്ന് വന്നേനെ, റിസൾട്ടന്റ് ഇങ്ങനെ വന്നേനെ. അപ്പൊ എക്സ് സി ആയിരുന്നു കൂടുതൽ എന്നുണ്ടെങ്കിൽ ആരാണ് ലീഡ് ചെയ്യുക? ആരാണ് ലീഡ് ചെയ്യുക? കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ, കറണ്ട് ലീഡ് ചെയ്യും. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ ഈ കേസിൽ എക്സ് സി ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് എൽ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ശരിക്കും ഐ വരിക I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണോ മൈനസ് ഫൈ ആണോ? ഈ കേസില് മൈനസ് ഫൈവ് എന്നാ വരും ആക്ച്വലി അല്ലെ. കറണ്ട് ലാഗ് ചെയ്യാണ് ഈ കേസിൽ ചെയ്യുന്നത്. കറണ്ട് ലാഗ്സ് ഇൻ ദിസ് കേസ്. ഓക്കെ, ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഡെറിവേഷൻ ക്ലിയർ ആണോ? ഡെറിവേഷൻ മനസ്സിലായില്ലേ? മുമ്പ് ചെയ്ത ആ സംഭവം തന്നെ, അതിനകത്ത് ഒരാളെയും കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് LCR സർക്യൂട്ട്. അപ്പോൾ LCR സർക്യൂട്ടിൽ വോൾട്ടേജ് തരും, എല്ലും സിയും ആറും വാല്യൂസ് തരും. നമ്മളോട് ചോദിക്കും മാക്സിമം കറണ്ട് എത്രയാണ്, കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? വാട്ട് ഇസ് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്? അല്ലെങ്കിൽ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് കറണ്ട്. വോൾട്ടേജിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ V0 സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ 50 സൈൻ ഒമേഗ ടി എന്ന് വോൾട്ടേജിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് കറണ്ട്, കറണ്ടിന്റെ ഇക്വേഷൻ എല്ലും സിയും ആറും തന്നിട്ടുണ്ടാവും, വാല്യൂസ് ഒമേഗ തന്നിട്ടുണ്ടാവും. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ അറിയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? I0ന്റെ വാല്യൂ അറിയണം. വി ഷുഡ് നോ ദി വാല്യൂ ഓഫ് I0. അതിന് നമ്മൾ എന്ത് ചെയ്യണം? V0 ബൈ Z. Z-ന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദി ഹോൾ സ്ക്വയർ. അതേപോലെ ഫൈ അറിയണം. ഫൈ എന്താണ്? ആ ഇംപിഡൻസ് ട്രയാങ്കിൾ നോക്കിയിട്ട് ഫൈ അതിനകത്തുനിന്ന് ഉണ്ടാക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ LCR സർക്യൂട്ട് എന്ന് പറയുന്ന കേസ്. ഇനി ഇതിന്റെ കേസിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് നോട്ട് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് എഴുതാണ്. I0 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇത് എന്ന് പറയുന്നത് V0 ബൈ Z. V0 ബൈ Z ആണ്. അതേപോലെ IRMS എന്തായിരിക്കും? വാട്ട് വിൽ ബി IRMS? രണ്ട് സൈഡിലും ബൈ റൂട്ട് കൊണ്ട് ചെയ്താൽ രണ്ടും RMS ആയില്ലേ. I0 ബൈ റൂട്ട് 2 V0 ബൈ റൂട്ട് 2 Z എന്നല്ലേ വരാം. രണ്ട് സൈഡും റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടും RMS ആയിട്ട് മാറിയില്ലേ. So this can be written as VRMS by Z. VRMS by Z. IRMS നെ VRMS by Z. മാക്സിമം ആണെന്നുണ്ടെങ്കിൽ I0 V0 by Z. Vmax by Z. RMS ആണെന്നുണ്ടെങ്കിൽ VRMS by Z എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ? കാരണം എന്താ, രണ്ട് സൈഡും റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ I0 by റൂട്ട് 2 എന്ന് എഴുതാം, അപ്പുറത്ത് V0 ബൈ റൂട്ട് 2 Z. അപ്പൊ ഈ സംഭവം VRMS ആണ്, ഈ സംഭവം IRMS. രണ്ട് സൈഡും റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു. വെരി സിമ്പിൾ. ഇനി അടുത്തത്, ഇഫ് XL is more than XC, XL ആണ് XC-നേക്കാളും കൂടുതലുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് വിൽ ബി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. ഇൻഡക്റ്റീവ് ആണെന്ന് വെച്ചാൽ മോർ ടെൻഡൻസി ഏതാണ്? ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് ലീഡ് ചെയ്യല്ലേ. അപ്പൊ വോൾട്ടേജ് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അതുള്ളത്. സോ കറണ്ട് ലാഗ്സ്, കറണ്ട്
lags behind voltage. അല്ലെങ്കിൽ voltage lead ചെയ്യും if XL is more than XC. If XC is more than XL, ആരാണ് ലീഡ് ചെയ്യുന്നത്? Capacity, the circuit will be capacitive in nature. എന്നുവെച്ചാൽ more towards capacity, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ട് പോലെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കറണ്ട് ലീഡ് ചെയ്യാണ് അല്ലെ, കറണ്ട് ലീഡ്സ്, കറണ്ട് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ, കറണ്ട് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ. So I hope that's clear. That is about our LCR circuits. ഇത്രയാണ് നമ്മുടെ LCR സർക്യൂട്ട് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ഇത്രയും പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അധികം ഒന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്രയും പറഞ്ഞു ചെയ്യാം. സോ ഇതാണ് കുറച്ച് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് അതിനകത്ത് ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനാണ്. The peak value of an alternating current is 5 ampere and its frequency is 60 hertz. പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അധികം സമയമൊന്നും തരില്ല. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ I0 എത്രയാണ്? 5 അല്ലെ? I0 is 5 ampere. I0 5 ampere ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F is 50 hertz. ഫ്രീക്വൻസി 50 hertz ആണ്. ഫൈൻഡ് ഇറ്റ്സ് RMS ചെയ്യാനാണ് പറഞ്ഞത്, RMS വാല്യൂ. സോ IRMS is equal to എന്താണ്? I0/√2 ആണ്. ഈ I0/√2നെ 1/√2ന്റെ വാല്യൂ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചില കേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 1/√2 വാല്യൂ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1/√2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ബേസിക്കലി ദാറ്റ് ഈസ് √2/2 അല്ലേ? 1/√2 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/√2 is √2/2. √2/2 എന്ന് പറഞ്ഞാൽ 1.414 divided by 2, that is 707. Okay, 1/√2 is 0.707. സോ ചില കേസസിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 1/√2ന്റെ വാല്യൂ 0.707 എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. സോ ദിസ് ക്യാൻ ബി I0 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 into 0.707, that is 3.5 ampere something. 5 into 0.7 is 3.5 ampere. It's clear അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ഇറ്റ്സ് RMS വാല്യൂ. ഹൗ ലോങ് will the current take to reach the peak value from 0? 0 ന്ന് പീക്ക് വാല്യൂലോട്ട് എത്താൻ എത്ര ടൈം എടുക്കുന്നു? അപ്പൊ 0 ന്ന് സ്റ്റാർട്ട് ചെയ്യണം, പീക്ക് വാല്യൂ എത്തണം. 0 ന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്? I equal to I0 sin omega t അല്ലെ? കാരണം 0 ന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ 0 ന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയാണ് അതിന്റെ ടൈം പീരീഡ് വരിക. 0 ന്ന് ഇതിന്റെ പീക്ക് വാല്യൂലോട്ട് എത്താൻ, ഫ്രം 0 to its പീക്ക് വാല്യൂ എടുക്കുന്ന ടൈം എന്താണ്? ആക്ച്വലി T/4 ആണ്. It's T/4. സോ എപ്പോഴും എന്തെന്നെ ചോദിക്കണം എന്നില്ല, പീക്ക് വാല്യൂ തന്നെ ചോദിക്കണം എന്നില്ല, പകുതി ആവാൻ എത്രയാണെന്നൊക്കെ ചോദിക്കാം. സോ 0 ന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ sin omega t എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. I equal to I0 sin omega t. ഇതിനകത്ത് നേരിട്ട് ആൻസർ കിട്ടും, T/4 ആൻസർ കിട്ടും. ഫ്രീക്വൻസി 60 ആണ്. സോ ടൈം പീരീഡ് വിൽ ബി 1/60. T/4 എന്ന് പറഞ്ഞാൽ 1/4 of 1/60, that is 1/240 seconds. നേരിട്ട് ആൻസർ കിട്ടും. ഏതാണ് എളുപ്പം നോക്കിയാൽ മതി. ഓക്കെ, സോ അതിന്റെ വാല്യൂ I0 ആവണം. I0 is equal to I0 sin omega t. I0 has to be equal to I0 sin omega t. Okay, so the 1 sin omega t 1 എന്ന് വരണം, or omega t യുടെ വാല്യൂ എന്ത് വരേണ്ടി വരും? pi/2. has to be pi/2. So t is equal to pi/2 omega. So omega എന്ന് പറഞ്ഞാൽ എന്താണ്? pi/2 into 2pi/t ആണ് omega. അല്ലെങ്കിൽ t is equal to 2pi/omega ആണ്. That is T/4. Okay, T/4.
സോ ടൈം പീരീഡ് അറിയാം കാരണം ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ആണോ തന്നിട്ടുള്ള ആംഗുലാർ ഫ്രീക്വൻസി ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി റിയാക്ടൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്നെങ്കിലും എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്താലും മതിയാവും. സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഫോണിലെ ഫോട്ടോയോ അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. പക്ഷെ ഇത് ഞാൻ ഹോംവർക്ക് തന്നിട്ടുള്ളവര് സബ്മിറ്റ് ചെയ്യുമ്പോൾ തരാനുള്ള. Find the reactance of a capacitor. Capacitance C ആണ്. It's connected to 10 AC hertz. 50 ഇത് അങ്ങനൊക്കെ വരും. Reactance എന്താണ്? XC അല്ലേ? Reactance of a capacitor XC. That is given by 1 by C omega. That is given by 1 by C omega. Omega ആണ് 1 by C omega. നമുക്ക് 10 hertz സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 hertz എന്ന് പറഞ്ഞാൽ എത്ര വരും? അപ്പോൾ 10 hertz എന്ന് പറയുമ്പോൾ 1 by capacitance 200 into 10 raised to minus 6 into how much is omega? 2 pi into frequency. 2 pi f അല്ലേ omega? So 2 pi into 10 and it will be 2 pi into 10. So this is 1 by 200 nearly 20. So ഇവിടെ ഒരു 10 raised to minus 3 ബാക്കി ഉണ്ടാവും. 10 raised to 3 മുകളിലോട്ട് പോകും. So 10 raised to 3 divided by 4 pi എന്ന് വരും. 10 raised to 3 divided by 4 pi. കാണുന്നില്ലേ? Okay, 10 raised to 3 divided by 4 pi. So that is എത്രയാണ് അത്? 10 raised to 3 divided by 4 pi എന്ന് പറയുമ്പോൾ 1000 divided by 12.52 something വരും. 12.5. That is exactly 80 hertz. 80 ohm. 80 hertz അല്ല, 80 ohm. സോ അങ്ങനെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇൻഡക്ടർ ആണ് തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻഡക്ടർ സർക്യൂട്ട് ആണ്, സിമ്പിൾ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ an LCR series circuit with L is equal to 100 millihenry, capacitance 100 microfarad and resistance 120 ohm connected to an AC source of this. Find the impedance. Impedance കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. The peak current and the resonant frequency. Resonant frequency തൽക്കാലം ഇപ്പോൾ കണ്ടുപിടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടില്ല. resonant frequency എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആദ്യം ഇംപിഡൻസും ഇതും കണ്ടുപിടിച്ചേ. Find the impedance and peak current. ഇംപിഡൻസും പീക്ക് കറണ്ടും കറണ്ടിന്റെ ഇക്വേഷനും എഴുതിക്കോ. Write the equation of current. I want the equation of current. Write the equation of current. Write the equation of current. So impedance അതിൽ നോക്കി ആൻസർ പറയല്ല വേണ്ടത്, ചെയ്തിട്ട് കണ്ടുപിടിക്കണം. So impedance in the equation Z is equal to root of ആ ഫിഗർ ഓർമ്മയിൽ വന്നാൽ മതി അല്ലേ? ആ ഫേസർ ഡയഗ്രാം മനസ്സിൽ വന്നാൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. R square plus XL minus XC the whole square. So XL ഉം XC എത്രയാണെന്ന് നമുക്ക് അറിയില്ല. We don't know the values of XL and XC. XL is L omega. ഈ തന്നിട്ടുള്ള ഫ്രീക്വൻസി 100 സൈൻ അല്ലെങ്കിൽ 30 V സൈൻ 100 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണോ? Is it frequency or angular frequency? അത് ഫ്രീക്വൻസി ആണോ ആംഗുലാർ ഫ്രീക്വൻസി ആണോ? Is it frequency or angular frequency? Angular frequency. Sin omega t എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. So that is angular frequency itself.
സോ അത് ഒമേഗ തന്നെയാണ്. ഓക്കെ, ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് തരും. അല്ല, സൈൻ ഒമേഗ ടിയുടെ ഉള്ളിൽ വരുന്നത് ആംഗുലാർ ഫ്രീക്വൻസി, സൈനിന്റെ ഉള്ളിൽ വരുന്ന ആംഗുലാർ ഫ്രീക്വൻസി. സോ ദിസ് ഈസ് 100 into 10⁻³ L ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 100. സോ ദിസ് ഈസ് 10 ohm. 10 ohm ആണ് ഇയാള്. XC എന്ന് പറഞ്ഞാൽ എന്താ? 1/C ഒമേഗയാണ്. 1/C ഒമേഗ എന്ന് പറയുമ്പോൾ 1/100 into 10⁻⁻6 into 100. So this is 100 ohm. This is 100 ohm. So Z is equal to root of resistance എത്രയാ? 120 ohm ആണ് അല്ലേ? Resistance is 120 ohm. കാണുന്നില്ലേ? Resistance is 120 ohm. Root of R square plus XL minus XC the whole square. 100 minus or 10 minus 100 the whole square. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കാരണം സ്ക്വയർ ഉണ്ട്. 100 അല്ല, 120. സോറി, ദിസ് ഈസ് 120. 120 സ്ക്വയർ പ്ലസ് 90 the whole square. ഇപ്പോ 90 120 എന്നൊക്കെ പറയുന്ന ഏത് റേഷ്യോയില? 3:4 റേഷ്യോയിലല്ലേ? ഒന്ന് 90 ആണ്, ഒന്ന് 120 ആണ് അല്ലേ? സോ 3:4. 3:4 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഡയഗണൽ ഹിപ്പോട്ടനസ് ഏതായിരിക്കും? 5 ആയിരിക്കും. സോ ദി റിസൾട്ടന്റ് വിൽ ബി 150 ohm. മനസ്സിലായി? അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി, ചെയ്ത് നോക്കിയിട്ട് 150 ohms കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. ബേസിക്കലി 90:120 എന്ന് പറയുന്നത് 3:4 അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് അതിന്റെ 5 times ആയിരിക്കും. അല്ലെങ്കിൽ 3:4:5 എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഇവിടെ വരാൻ പോകുന്നത്. സോ 150 ohms ആൻസർ കിട്ടും. അത് അല്ലെങ്കിൽ നേരിട്ട് 120 സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, അങ്ങനെ ഒന്നും സ്ട്രൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. സോ ഇംപെഡൻസ് കിട്ടി. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ് അടുത്ത ചോദിച്ചത്. ഇവിടെ ഈ 30 volt എന്ന് പറഞ്ഞത് RMS ആണോ പീക്ക് ആണോ? Is this 30 volt peak value or RMS value? പീക്ക് ആണോ RMS ആണോ? 30 volt. പെട്ടെന്ന് പറഞ്ഞേ. പീക്ക് വാല്യൂ അല്ലേ? ആ ഇക്വേഷനിൽ തരുമ്പോൾ ഉള്ളത് പീക്ക് വാല്യൂ. വെറുതെ 20 volt AC എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് RMS വാല്യൂ. പക്ഷെ ഇവിടെ ഇക്വേഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് പീക്ക് വാല്യൂ. അത് പീക്ക് വാല്യൂ ആണ്. സോ നമ്മളോട് പീക്ക് കറണ്ട് ആണ് ചോദിച്ചത്. പീക്ക് കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ പീക്ക് കറണ്ട്? I0 is equal to V0 by Z. I0 is equal to V0 by Z എന്ന്. Direct substitution. 30 by 150, 1 by 5, 0.2. Now, I want the most important part. Write the equation of current. Write the equation of current. Current in the equation. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ ഇടയ്ക്ക് എപ്പോഴേലും? ഇന്ന് വേറെ ഫോൺ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, ഓക്കെ, എന്നാ കുഴപ്പമില്ല. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞ എന്നാ? ഇത് കപ്പാസിറ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ പറഞ്ഞേ? വിൽ ഇറ്റ് ബി കപ്പാസിറ്റീവ് ഓർ ഇൻഡക്റ്റീവ്? It will be capacitive because capacitive reactance ആണ് കൂടുതൽ. So who will be leading here? Current ആണോ വോൾട്ടേജ് ആണോ? Current will be leading here അല്ലേ? Current ആണ് ലീഡ് ചെയ്യുക. സോ നമുക്ക് phi കണ്ടുപിടിക്കണം. അതിന് tan phi യൂസ് ചെയ്താലും മതി. Tan phi is equal to, അല്ലെങ്കിൽ cos phi ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. Tan phi is equal to XL minus XC by R.
അല്ലെങ്കിൽ XC മൈനസ് XL ബൈ R ഏതെടുത്താലും കുഴപ്പമില്ല. ഏതാണോ കൂടുതൽ അതിനനുസരിച്ച് ചെയ്യണം. സോ ദിസ് ഈസ്, അപ്പൊ ഇവിടെ XC ആണല്ലോ കൂടുതൽ, അപ്പൊ XC മൈനസ് XL എടുത്തോട്ടോ. സോ 100 മൈനസ് 10 ഡിവൈഡഡ് ബൈ 120 ദാറ്റ് ഈസ് 3/4 എന്ന് വരും അല്ലെ. tan phi is equal to 3/4 tan inverse of 3/4. tan inverse of 3/4 എന്ന് പറഞ്ഞാൽ എത്രയാ? tan inverse of 3/4 എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി. 345 ട്രയാങ്കിൾ ആണ്. 345 ട്രയാങ്കിളിലെ സംഭവമാണ്. അതല്ലെങ്കിൽ കോസ് ഫൈ യൂസ് ചെയ്യാം. ഇംപിഡൻസ് ട്രയാങ്കിളിൽ കോസ് ഫൈ എന്താ വരാ? ഇംപിഡൻസ് ട്രയാങ്കിൾ നോക്കിയിട്ട് കോസ് ഫൈ എന്താ വരാന്നൊന്ന് പറഞ്ഞേ. കോസ് ഫൈ ഈസ് R/Z. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ R/Z ആണ്. അത് കോസ് ഫൈ ഈ കേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ വരാ? കഴിഞ്ഞ പാർട്ടിൽ ചെയ്യുകയാണെങ്കിൽ കോസ് ഫൈ വിൽ ബി R/Z 120/Z 150 എന്ന് വരും. ദാറ്റ് വിൽ ബി 4/5. കോസ് ഫൈ 4/5 വരും. ഏതെടുത്താലും 37 ഡിഗ്രി അല്ലേ? 345 ട്രയാങ്കിളിലെ സൈഡ്സ് അല്ലേ 37 53 ഒക്കെ അല്ലേ? 37 ഡിഗ്രി 53. 53യുടെ നേരെ ഓപ്പോസിറ്റ് 4 ഉണ്ടാവും. 37ന്റെ നേരെ ഓപ്പോസിറ്റ് 3 ഉണ്ടാവും. ഇതാണ് 345 ട്രയാങ്കിൾ, പൈത്തഗോറിയൻ ട്രിപ്ലെറ്റിന്റെ ആംഗിൾസ്. സോ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേഷൻ വിൽ ബി ഓഫ് ദി ഫോം I equal to 0.2 sin 100t plus 37 degree. I is equal to 0.2 sin 100t plus 37 degree. That is the answer. Okay. So അല്ലെങ്കിൽ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. So that is about that particular question. അല്ല, അടുത്തതൊക്കെ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ഒന്ന് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9. Question number 9. A capacitor of capacitance 100 microfarad and a coil of resistance 50 ohm and inductance 0.5 ohm. അപ്പോൾ ഒരു കോയിലിന് റെസിസ്റ്റൻസും ഉണ്ട് ഇൻഡക്ടൻസും ഉണ്ട്. സോ ബേസിക്കലി ദിസ് ആൻ LCR circuit, series LCR circuit ആണ്. Connected with a series with 10 ohm, 110 volt, 50 hertz. Find the RMS value of current. ഈ തന്നിട്ടുള്ള 110 RMS ആണോ പീക്ക് ആണോ? RMS. Okay, that is RMS. That value is RMS. പെട്ടെന്ന് ചെയ്തേ. IRMS കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞൊന്നുമില്ല, I0 കണ്ടുപിടിച്ചിട്ട് ബൈ റൂട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നേരിട്ട് VRMS/Z എന്ന് ചെയ്താൽ മതി. Okay, VRMS/Z. Z കണ്ടുപിടിച്ചാൽ മതി. Z is equal to root of R square plus XL minus XC the whole square. Root of R square plus XL minus XC the whole square. XL ഉം XC ഉം കണ്ടുപിടിച്ചാൽ മതി. XL is equal to XL എത്രയായിരുന്നു? 0.5 omega അല്ലെ? L omega, that is 0.5 into തന്നിട്ടുള്ള 50 ഹെർട്സ് ഇതല്ല. Okay, so 2pi into 50 എന്ന് ചെയ്യണം. So that will be 50 pi. 50 pi ohm.
XL is 50 pi ohm. XC, we have to find XC also. 1 by C omega. XC is 1 by C omega. That is 1 by 100 into 10 raised to minus 6 into 2 pi into 50. So what are 100 what are 10 raised to minus 6 now more to 10 square 100. So this is 100 by pi. 100 by pi. See, AC ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് താഴെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എടുക്കുമ്പോൾ 1 by pi വരും. താഴെ മിക്കവാറും ഒരു പൈ വരുന്ന സിറ്റുവേഷൻ, അതായത് തരുന്നത് ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസിക്ക് പകരം അതല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസിന് ചിലപ്പം പൈ ഉള്ള ടേം വരാം. ഓക്കെ, സോ ചില മിക്ക കേസിലും പൈ താഴെ വരാൻ ചാൻസ് ഉണ്ട്. സോ ആ പൈനെ മുകളിലോട്ട് എടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഫിസിക്സിൽ അപ്രോക്സിമേഷൻ ആയിട്ട് ചിലപ്പം പൈ സ്ക്വയറിന് എന്തായിട്ട് എടുക്കാറുണ്ട്, 10 ആയിട്ട് എടുക്കാറുണ്ട്. ചില കേസിൽ പൈ സ്ക്വയറിന് എന്തായിട്ട് എടുക്കാറുണ്ട്, ജി ആയിട്ടും എടുക്കാറുണ്ട്. ജിന്റെ വാല്യൂ ഒക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏത് പഠിച്ചിരുന്നു, സിമ്പിൾ പെൻഡുലം ഒക്കെ പഠിച്ചില്ലേ? സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ ടൈം പീരീഡ് ഇസ് 2 pi into root of L by G. അപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, താഴെയുള്ള റൂട്ട് ഓഫ് എൽ ബൈ ജിയിൽ താഴെ ഒരു ജി ഉണ്ട്, റൂട്ടിനുള്ള ഒരു ജി ഉണ്ട്, അതും പൈയും നമ്മൾ ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. അങ്ങനെ കളയാനുള്ള റീസൺ ഇതാണ്, ജിന്റെ റൂട്ടിന്റെ വാല്യൂ എന്തായിരിക്കും, ജിന്റെ റൂട്ടിന്റെ വാല്യൂ square root of g is almost equal to 3.14 something, I mean 3.15 ന്റെ അടുത്ത്. അതേപോലെ 10ന്റെ സ്ക്വയർ റൂട്ടും ഏകദേശം 9.8ന്റെ സ്ക്വയർ റൂട്ടും 10ന്റെ സ്ക്വയർ റൂട്ടും ഏകദേശം എന്താണ് പറഞ്ഞോളൂ, ഏകദേശം പൈയുടെ അടുത്ത് തന്നെയാണ് വരും. ഓക്കെ, എന്ന് കരുതി മാത്സ് ഇപ്പൊ ഇക്ബാൽ സാർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ട്, ഫിസിക്സുകാർ പൈയുടെ വാല്യൂ ഇങ്ങനെ ഇതെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്, അല്ലാതെ മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. സോ പൈയുടെ വാല്യൂ 22/7 ഒക്കെ നമ്മൾ എടുക്കുന്നത് കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്ക് അത് അറിയാത്തതുകൊണ്ടൊന്നുമല്ല, അത് ഇറാഷണൽ ആണ്, നെവർ എൻഡിങ് നെവർ റിക്കറിങ് ആണെന്ന് അറിയാത്തതുകൊണ്ടൊന്നുമല്ല ഫിസിക്സുകാർ എന്തെടുക്കുന്നത് 22/7 3.14 ഒന്നും എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് മോർ ആൻഡ് മോർ പ്രോബ്ലംസ് മോർ ആൻഡ് മോർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്ന അപ്രോക്സിമേഷൻസ്. സോ 100 by pi എന്ന് പറയുമ്പോൾ എന്തെടുത്താൽ മതി, 100 by pi എന്ന് പറയുമ്പോൾ പൈ സ്ക്വയറിന്റെ വാല്യൂ 10 ആണ്. പൈ സ്ക്വയറിന്റെ വാല്യൂ 10 ആണ്. സോ 100 by pi എന്ന് പറയുമ്പോൾ സോ ഇതിനെന്തായിട്ട് എടുക്കാം, പൈ സ്ക്വയർ ഇസ് 10. സോ പൈ ഇൻറ്റു പൈ ആണ് 10 എന്ന് പറയുന്നത്. സോ പൈ എന്ന് പറയുന്നത് എന്താണ്, 10 by pi ആണ്. മനസ്സിലായോ? പൈ എന്ന് പറയുന്നത് 10 by pi ആണ്. സോ 100 സോ 1 by pi നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, 1 by pi is pi by 10. ഓക്കെ, 1 by pi can be approximated as pi by 10. ഇത്രേ ഉള്ളൂ, പൈ സ്ക്വയർ ഇസ് 10. സോ 1 by pi is pi by 10 ആയിട്ട് നമ്മൾ എന്തായിട്ട് എടുക്കാറുണ്ട്, അപ്രോക്സിമേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, AC-യിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. സോ 1 by pi നെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എന്ത് എഴുതാം, pi by 10 എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം. ആ അപ്രോക്സിമേഷൻ ഓർത്ത് വെച്ചിട്ടോ, ബോക്സിലിട്ട് വെച്ചു. സോ ഈ 100 by pi നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അപ്പോ 100 by pi നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 100 into 1 by pi ആണല്ലോ. സോ 1 by pi നെ pi by 10 എന്ന് എഴുതാൻ പറ്റും. That can be written as 10 pi എന്ന് എഴുതാൻ പറ്റും. Is it clear? 10 pi എന്ന് എഴുതാൻ പറ്റും. ഇതൊരു അപ്രോക്സിമേഷൻ ആണ്, ജസ്റ്റ് അപ്രോക്സിമേഷൻ, ഇറ്റ്സ് അപ്രോക്സിമേഷൻ മെത്തേഡ്. സോ 10 pi എന്ന് എഴുതാൻ പറ്റും. സോ XL കിട്ടി, XC കിട്ടി, R അറിയാം. സോ find the value of impedance and find RMS current. Impedance എത്ര കിട്ടിയോ? So Z is equal to root of R square plus XL minus XC the whole square, root of R 50 square plus 50 pi
minus 10 pi. നല്ല വരാ 10 pi the whole square. 50 pi minus 10 pi the whole square. That is 40 pi. Root of 50 square plus 40 square into pi square. So pi square ഞാൻ പറഞ്ഞു ചിലപ്പോൾ 10 ആയിട്ട് എടുക്കാറുണ്ട്. Pi square is 10. So this is root of 50 square എന്ന് പറയുമ്പോൾ 2500 plus 40 square എന്ന് പറയുമ്പോൾ എത്രയാ 1600 into pi square ന്റെ വാല്യൂ എത്രയാ 10. Pi square can be approximated as 10. So this will be 16,000. So it will be square root of 18,500. Square root of 18,500. So square root of 18,500 എന്ന് പറയുന്നത് ഏകദേശം എത്രയാ ഏകദേശം 130. 100ന്റെ സ്ക്വയർ എത്രയാ 10,000. 130യുടെ സ്ക്വയർ എത്രയാ 16900. 140യുടെ സ്ക്വയർ 14ന്റെ സ്ക്വയർ 196. 140യുടെ സ്ക്വയർ എത്രയാ 19600. 19600. So this is in between 130 and 140. 130യുടെയും 140യുടെയും ഇടയിലുള്ള ഒരു വാല്യൂ. So I'm taking it as 136 or something. 136 ohms. Okay, 136 ohms. So IRMS is equal to ERMS by Z, that is 110 divided by 136. So approximately 0.8 ampere. ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. എക്സാമിനൊന്നും ഇത്ര സിമ്പിൾ അല്ലാത്ത വാല്യൂസ് വരാൻ ചാൻസ് കുറവാണ്. അഥവാ വന്നാലും നമ്മൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഐ ഹോപ്പ് LCR സർക്യൂട്ട്സ് ആർ ക്ലിയർ. LCR സർക്യൂട്ട്സ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് അതിനകത്തു നിന്നുള്ള പ്രോബ്ലംസും ഇതൊക്കെ വരുന്നത്. നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് ഇതാണ്, പവർ. പവർ ഇൻ AC സർക്യൂട്ട്. ഞാൻ പറഞ്ഞു LCR സർക്യൂട്ട് പഠിച്ചാൽ മതി, ബാക്കിയുള്ളത് അതിൽ നിന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഓക്കെ അല്ലേ? ഓക്കെ, അതിനകത്ത് ഓരോന്ന് റിമൂവ് ചെയ്താൽ മതി. LC സർക്യൂട്ട് പഠിക്കണം. LC സർക്യൂട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് 6 ഒഴിവാക്കിയാൽ മതി. അതിൽ നിന്ന് 6 ഒഴിവാക്കുക. അപ്പൊ റൂട്ട് ഓഫ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ. XL മൈനസ് XC ആണ് ഇമ്പിഡൻസ് ആയിട്ട് വരിക. RC സർക്യൂട്ട് പഠിക്കണം. XL ഒഴിവാക്കിയാൽ മതി. റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ മാത്രം ഉണ്ടാവും. ഓക്കെ, സോ ഓരോന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ചെയ്യേണ്ട. LCR സർക്യൂട്ട് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഡിറൈവ് ചെയ്യുന്ന ഫേസർ ഡയഗ്രത്തിന്റെ കൺസെപ്റ്റ് ഓർത്തിരുന്ന ഇതുവരെ പറഞ്ഞതെല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് പവർ ഇൻ AC സർക്യൂട്ട്. AC സർക്യൂട്ടിലുള്ള പവർ. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട്. ഓരോ സർക്യൂട്ടിലെയും പവർ നോക്കും. റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട്. റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട്. ഒരു റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട് നമ്മളൊരു AC സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നു. V equal to V0 sin omega t, I equal to I0 sin omega t. V equal to V0 sin omega t, I equal to I0 sin omega t. അല്ലേ? കാരണം എന്താ? വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും? സെയിം ഫേസിലായിരിക്കും. റെസിസ്റ്റർ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? So V0 is equal to അല്ലെങ്കിൽ I0 into R or I0 is equal to V0 by R. അത്രേ ഉള്ളൂ ഈ കേസ്. ഏത് സർക്യൂട്ട് ആണെങ്കിലും ഇൻസ്റ്റന്റേനിയസ് പവർ is given by voltage into instantaneous current. ഏത് സർക്യൂട്ട് ആണെങ്കിലും ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ചെയ്താൽ എന്ത് കിട്ടും? We will get the instantaneous power. In this case, instantaneous power will be V0 sin omega t, I0 sin omega t.
This is the instantaneous power in this case. ഇതാണ് instantaneous power. V0 sin omega t, I0 sin omega t. This is the instantaneous power we have. That is V0 I0 sin square omega t. V0 I0 sin square omega t. This is our instantaneous power. ഈ സർക്യൂട്ടിലെ average power. What is the average power in this circuit? ഇപ്പൊ ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ആവറേജ് നമുക്കറിയാം ഇന്റഗ്രൽ പി ഡി ടി, ഇന്റഗ്രൽ ദാറ്റ് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓവർ എ ടൈം പീരീഡ് 0 to t ചെയ്യണം. ഓവർ എ ടൈം പീരീഡ് 0 to t, താഴെ 0 to t. ഇന്റഗ്രൽ 0 to t ചെയ്യണം. എത്രയാണോ ടൈം എടുക്കുന്നത് ആ ടൈം. അപ്പൊ നമ്മൾ ഓവർ എ സൈക്കിൾ ആണ് എടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി അപ് ടു t. സോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കറണ്ടിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന, വോൾട്ടേജിന്റെ ആവറേജ് ഒക്കെ കണ്ടുപിടിക്കുന്ന സംഭവം. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ V0 I0 sin square omega t dt divided by t 0 to. ഈ സൈൻ സ്ക്വയർ ഒമേഗ ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഓവർ എ ടൈം പീരീഡ് എന്താണ് കിട്ടുക എന്നൊക്കെ നമുക്കറിയാം. അതല്ലെങ്കിൽ അത് അറിയില്ല എന്നുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഹൗ ടു ഇന്റഗ്രേറ്റ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു ഇന്റഗ്രേറ്റ് സൈൻ സ്ക്വയർ ഒമേഗ ടി. പെട്ടെന്ന് പറഞ്ഞ സൈൻ സ്ക്വയർ ഒമേഗ ടിനെയും കോസ് സ്ക്വയർ ഒമേഗ ടിനെയും ഒക്കെ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? പെട്ടെന്ന് പറയൂ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് കോസ്, എന്ത്? സൈൻ സ്ക്വയർ എക്സിനൊക്കെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? കോസ് ടു ഒമേഗ ടിയുടെ ടേംസിൽ എഴുതിട്ട് അല്ലെ, 1 മൈനസ് കോസ് ടു ഒമേഗ ടി ബൈ 2 നേടും അല്ലെ. സൈൻ സ്ക്വയർ ഒമേഗ ടി ഈസ്, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ഇത് എവിടുന്നാ വന്നത്? കോസ് 2 തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം. കോസ് 2 തീറ്റ ഈസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 or 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. കോസ് 2 തീറ്റ ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. അതിൽ നിന്നാണ് ഇക്വേഷൻ വരുന്നത്. സിമിലർലി കോസ് സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം. കോസ് സ്ക്വയർ തീറ്റ ഈസ് 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. ഇവിടെ കോസ് സ്ക്വയർ തീറ്റയുടെ ആവശ്യമില്ല, എന്നാലും എപ്പോഴെങ്കിലും ഇന്റഗ്രേഷൻ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യും. This is given by integral 0 to t V0 I0 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 0 to t, താഴെ 0 to t dt. ഇനി ഒരു 1/2 ടേം ഉണ്ട്, ഒരു കോസ് 2 ഒമേഗ ടി ബൈ 2 ടേം ഉണ്ട്. ഈ കോസ് 2 ഒമേഗ ടി സംഭവത്തിന് ഓവർ എ സൈക്കിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കോസ് 2 ഒമേഗ ടിനൊക്കെ ഓവർ എ സൈക്കിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. സോറി, ഹാഫ് താഴെ പോകുന്നില്ല. കോസ് 2 ഒമേഗ ടിനെ ഓവർ എ സൈക്കിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സൈൻ തീറ്റ കോസ് തീറ്റ ഇതിനൊക്കെ ഓവർ എ സൈക്കിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടുക? 0. ഞാൻ ആ ഏരിയ വെച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? ഓവർ എ സൈക്കിൾ. ശരിക്കും ഇവിടെ കോസ് 2 ഒമേഗ ടിയുടെ 2 സൈക്കിൾ ഉണ്ട് എന്ന് അന്ന് പറഞ്ഞിരുന്നു. കോസിന്റെ പീരീഡ്, കോസ് ഒമേഗ ടിയുടെ പീരീഡ് 2π ബൈ ഒമേഗയാണ്. കോസ് 2 ഒമേഗ ബൈ 2 ഒമേഗയാണ് കോസ് 2 ഒമേഗ ടിയുടെ പീരീഡ്. കോസ് ഒമേഗ ടിയുടെ പീരീഡോ? കോസ് ഒമേഗ ടിയുടെ പീരീഡ് 2π ബൈ ഒമേഗയുള്ളൂ. ആ ടിയുടെ കോഎഫിഷ്യന്റ് എന്താണോ അത് ബൈ 2π ബൈ അതാണ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി 0 to t ചെയ്യുമ്പോൾ ഇതിന്റെ പകുതിയല്ലേ ഇത്? 0 to t ചെയ്യുമ്പോൾ അതിനകത്ത് 2 സൈക്കിൾ വരുന്നുണ്ട്. ഒരു സൈക്കിളിൽ തന്നെ 0 ആണ്, 2 സൈക്കിളിൽ പിന്നെ ഒരു 0യും കൂടി വരും. സോ ദാറ്റ് ഈ സംഭവത്തിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ്.
cos 2 omega t നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 0 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അത് ഞാൻ പറഞ്ഞാണ്. cos 2 omega t ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0. That will be 0. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഇത് മാർക്ക് ചെയ്ത് ഇതിൽ വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ കിട്ടാൻ പോകുന്നത്? അയ്യോ, സെക്കൻഡ്, എന്റെ സ്ക്രീൻ അതിനകത്ത് വരുന്നില്ല. ഞാനിപ്പോ ഓക്കെ, ഓക്കെ. അപ്പോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്റെ സ്ക്രീനിൽ എഴുതുന്നൊന്നും ഇതിനകത്ത് വരുന്നില്ല, അതാ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. സോ ഞാൻ പറഞ്ഞത് ആ cos 2 omega t യുടെ സംഭവം എന്തായിരിക്കും? ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 ആണ്. ആ ബാക്കിയുള്ളത് ഹാഫ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഹാഫ്. സോ ഇന്റഗ്രേറ്റ് ചെയ്താൽ V0 I0 പുറത്തെടുക്കാം. ഹാഫിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരാം? വേണമെങ്കിൽ ഹാഫും പുറത്തെടുക്കാം, അല്ലെ? ഹാഫും പുറത്തെടുക്കാം. ബാക്കിയുള്ളത് 1t dt എന്നാണ്. സോ അതിന് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t - 0 താഴെയും t. സോ t ക്യാൻസൽ ചെയ്ത് പോകും. ഇറ്റ് വിൽ ബി V0 I0 by 2. Will be V0 I0 by 2. So P average is V0 I0 by 2, or we can write it as V0 I0, V0 by root 2, I0 by root 2. ഇങ്ങനെ എഴുതിക്കൂടെ? 2 root 2 into root 2 എന്ന് എഴുതിക്കൂടെ? So this can be written as P average is equal to VRMS IRMS. VRMS IRMS. ഇനി വേണമെങ്കിൽ IRMS എന്താ, അല്ലെങ്കിൽ VRMS I0 എന്ന് പറയുന്നത് എന്താ? V0 by R ആണ്. അപ്പൊ IRMS എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈ റൂട്ട് 2 രണ്ട് സൈഡും ചെയ്താൽ പോരെ? സോ VRMS, so this can be written as VRMS squared by R എന്ന് എഴുതാം. Or this can be written as IRMS squared into R. എങ്ങനെ വേണമെങ്കിലും എഴുതാം. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ എന്തിനു എഴുതാം? ഈ സംഭവത്തിന് എഴുതാം. ഇൻസ്റ്റെഡ് ഓഫ് പീക്ക് വാല്യൂ, അവിടെ നമുക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് പീക്ക് വാല്യൂ ഹിയർ വി ഹാവ് ടു യൂസ് RMS യൂസ് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന പവറിന്റെ ഇക്വേഷൻസ് എല്ലാം നമ്മുടെ AC സർക്യൂട്ടിൽ റെസിസ്റ്ററിന്റെ കേസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇൻ ദി കേസ് ഓഫ് റെസിസ്റ്റർ അലോൺ വി ക്യാൻ റൈറ്റ് ഇറ്റ് സോ. ഓക്കെ, സോ റെസിസ്റ്ററിന്റെ കേസിൽ പവർ എന്താണെന്ന് വെച്ചാൽ VRMS into IRMS, or IRMS squared into R, or VRMS squared by R. These are all correct. ഇതെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് AC. ആ ഡെറിവേഷനിൽ ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. ഇന്റഗ്രേഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ആ പോർഷൻ 0 ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയാണ് ആവറേജ് പവർ ഇൻ ദി കേസ് ഓഫ് റെസിസ്റ്റർ ഉള്ളി സർക്യൂട്ട്. അഗൈൻ ഈ സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യും? LCR സർക്യൂട്ടിന് ഡിറൈവ് ചെയ്യും. ആ സംഭവം പഠിച്ചു വെച്ചാൽ ബാക്കി എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് രണ്ടാമത്തത് ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ട്. ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ട് അല്ലെങ്കിൽ കപ്പാസിറ്റർ ഉള്ളി സർക്യൂട്ട്, ഏതെടുത്താലും കുഴപ്പമില്ല. സോ ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ട് ആവുമ്പോൾ V equal to V0 sin omega t. I equal to എന്താ വരിക? I0 sin omega t ആണോ? I equal to I0 sin omega t ആണോ ഇൻഡക്ടർ ആവുമ്പോ? I0 sin omega t minus pi by 2 എന്ന് വരും. I0 sin omega t minus pi by 2, because in the case of inductor current lags behind voltage. Current lags behind the voltage. Okay, current lags behind the voltage. So instantaneous power
Instantaneous power is VI, that is V0 sine omega t, I0 sine omega t minus pi by 2. Sine omega t minus pi by 2. What is sine omega t minus pi by 2? What is sine omega t minus pi by 2? Tell me. Sine pi by 2 minus omega t എന്താ? Sine pi by 2 minus omega t. That is cos omega t. Sine pi by 2 minus theta is cos theta. So sine omega t minus pi by 2 ആകുമ്പോൾ minus cos omega t. So this term is minus cos omega t. Minus cos omega t. So this is V0 I0 sine omega t, അല്ലെങ്കിൽ ഒരു മൈനസ് മൊത്തത്തിൽ പുറത്തെടുക്കാം. Sin omega t cos omega t. So sin theta cos theta നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Sin theta cos theta. Sin 2 theta by 2 എന്ന് എഴുതി കൂടെ? Sin theta cos theta. What is sin 2 theta? Sin 2 theta is 2 sin theta cos theta. 2 sin theta cos theta ആണ് sin 2 theta എന്ന് പറയുന്നത്. So sin theta cos theta by അല്ലെങ്കിൽ sin 2 theta by 2 എന്ന് വരും ആൻസർ. അപ്പൊ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ആവറേജ് പവർ ആണ് ചോദിക്കുക. ആവറേജ് പവർ. ഇന്റഗ്രൽ 0 to t p instantaneous dt divided by time period t. So ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് V0 I0 by 2 sin 2 omega t dt. ഇതിന്റെ ഇന്റഗ്രൽ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു എന്തായിരിക്കും ഇതിന്റെ ഇന്റഗ്രൽ ചെയ്താൽ കിട്ടാൻ പോകുന്നത്? V0 I0 by 2 പുറത്തെടുക്കാം. ബാക്കിയുള്ളത് sin 2 omega t dt ആണ്. ഓവർ എ ടൈം പീരീഡ് വാട്ട് വിൽ ബി sin 2 omega t dt? What will be sin 2 omega t dt? 0. This integral will be 0. കാരണം ഈ സംഭവം മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളൂ. This term will be 0. This term will be 0. So average power in the case of inductor. In the case of inductor, the average power is 0. ഇങ്ങനെ ആവറേജ് പവർ 0 വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് കറണ്ട് ഗ്രോ ചെയ്യുന്ന സമയം ഉണ്ടാവും, കറണ്ട് ഡീകേ ചെയ്യുന്ന സമയം ഉണ്ടാവും അല്ലെ? അതായത് AC സർക്യൂട്ട് ആണല്ലോ, കറണ്ട് ഇങ്ങനെ കൂടി വരുന്ന സമയം ഉണ്ടാവും, കറണ്ട് കുറഞ്ഞു വരുന്ന സമയം ഉണ്ടാവും. കറണ്ട് കൂടുന്ന സമയത്ത് ഇൻഡക്ടറിൽ എന്ത് ചെയ്യും? ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യും. There will be energy stored in the inductor. കറണ്ട് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇൻഡക്ടർ ആ എനർജി സപ്ലൈ ചെയ്യും. മനസ്സിലായോ? അതായത് സർക്യൂട്ടിൽ കറണ്ട് കൂടുന്ന സിറ്റുവേഷനിൽ എന്ന് വിചാരിച്ചു, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്താ? ഹാഫ് Li². പഠിച്ചിട്ടില്ലേ നമ്മള്? Lcr സർക്യൂട്ടിലും നമ്മൾ കഴിഞ്ഞ EMI പഠിച്ചില്ല, എനർജി സ്റ്റോർഡ് ഇൻസൈഡ് ആൻ ഇൻഡക്ടർ ഈസ് ഹാഫ് Li². അപ്പൊ കറണ്ട് കൂടിക്കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കൂടിക്കൂടി വരും, ഹാഫ് Li² കൂടിക്കൂടി വരും. അങ്ങനെ കറണ്ട് കുറഞ്ഞു പോകുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കുറഞ്ഞു വരും ചെയ്യും. അപ്പൊ അതുവരെ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ത് ചെയ്യും? സർക്യൂട്ടിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? സോ ഇൻഡക്ടർ സ്റ്റോർസ് ആൻഡ് സപ്ലൈസ് ദി എനർജി. സോ നെറ്റ് എനർജി സപ്ലൈ എന്താണ് അവിടെ? ആക്ച്വലി 0 ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ആവറേജ് വരുന്നത്. That is why the average power is 0 here. Okay, is it clear? So average power in the case of inductor is 0. Same for capacitor also. കപ്പാസിറ്ററിന്റെ കേസിലും ഇങ്ങനെ തന്നെ. കപ്പാസിറ്റർ only circuit. So capacitor only സർക്യൂട്ടിലും ഇത് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് അതേപോലെ തന്നെ ആൻസർ കിട്ടും. V equal to V0 sin omega t ആണെന്നുണ്ടെങ്കിൽ I equal to I0 sin omega t plus pi by 2. എന്തുകൊണ്ടാ plus pi by 2? In the case of capacitor, current leads by pi by 2. So this is I0 cos omega t. I0 cos omega. So instantaneous power is V into I, that is V0 I0
സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ V0 I0 ഒരു മൈനസ് ഇല്ലാന്നേ ഉള്ളൂ. സൈൻ 2 ഒമേഗ ടി ബൈ 2. സൈൻ 2 ഒമേഗ ടി ബൈ 2 നേരത്തെ ചെയ്തതിലുള്ള സെയിം സംഭവം തന്നെ. ഈ കേസിലും ആവറേജ് എന്ത് വരാം? ആവറേജ് പറഞ്ഞേ. ഈ കേസിലും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആവറേജ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടുക? 0. അഗൈൻ 0. സോ അഗൈൻ എന്താണ് ഇവിടെ സിറ്റുവേഷൻ? കപ്പാസിറ്റർ, അതായത് ഈ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച്, അതായത് വി എന്ത് ചെയ്യാണ് ഇവിടെ? V0 സൈൻ ഒമേഗ ടി. V is V0 സൈൻ ഒമേഗ ടി. കപ്പാസിറ്ററിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇത് തന്നെയാണ്. അപ്പൊ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് CV² ആണ്. ഹാഫ് CV² ആണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. വി കൂടി വരുമ്പോ കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്ത് വരും. വി കുറഞ്ഞു വരുമ്പോ കപ്പാസിറ്റർ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. മനസ്സിലായോ? സോ ദി നെറ്റ് എനർജി സ്റ്റോർഡ് അല്ലെങ്കിൽ നെറ്റ് പവർ എന്താണ് ഈ സർക്യൂട്ട്? 0. അഗൈൻ 0. ഇൻഡക്ടറിന്റെ സെയിം സിറ്റുവേഷൻ തന്നെ. ദാറ്റ് ഈസ് ദി കേസ് ഓഫ് കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട്. സോ ഇത് 3 കേസ് ഞാൻ പറഞ്ഞു. ഇൻഡക്ടറിന്റെ കേസിൽ 0, കപ്പാസിറ്ററിന്റെ കേസിലും ആവറേജ് പവർ 0. ബട്ട് ഇൻ ദി കേസ് ഓഫ് resistor, that is similar as DC circuit, instead of peak value we have to choose RMS value, then IRMS squared into R. ഇനി നമുക്ക് LCR സർക്യൂട്ടിൽ പവർ എന്താണ്? പവർ ഇൻ LCR സർക്യൂട്ട്, ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. LCR സർക്യൂട്ടിലെ പവർ ഇത് പഠിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. ഞാൻ മറ്റേതിനകത്ത് ഡിറൈവ് ചെയ്ത പോലെ 2 at a time ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. 2 at a time, അതായത് CR സർക്യൂട്ട്, LR സർക്യൂട്ട്, അതേപോലെ LC സർക്യൂട്ട്, ഇതൊന്നും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. LCR സർക്യൂട്ട് പഠിച്ചാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. LCR സർക്യൂട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. LCR സർക്യൂട്ടിൽ 3 ഉണ്ടാവും. V equal to V0 sin omega t, I equal to I0 sin omega t plus 5 അല്ലെങ്കിൽ -5. ഇൻഡക്റ്റീവ് ആണോ കപ്പാസിറ്റീവ് ആണോ അതിനനുസരിച്ച് എന്തുണ്ടാവും? 5 മാറാം. XL ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. XC ആണ് കൂടുതൽ ഉണ്ടെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓക്കെ. സോ ഇൻസ്റ്റന്റേനിയസ് പവർ, ഈ ഇൻസ്റ്റന്റേനിയസ് VI, that is V0 sin omega t, I0 sin omega t plus 5. I0 sin omega t plus 5. സോ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. സോ ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. V0 I0 sin omega t plus 5. V0 I0 sin omega t plus 5. Okay. Sin omega t plus 5 എന്ന് വരും. So in this case we have to integrate this function. അല്ലേ? ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? sin A sin B എന്നൊക്കെയുള്ള ഫോർമുല. sin A sin B. ഇതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? How can we integrate this thing? ആവറേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. We have to integrate this thing. സോ അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ സൈൻ ഒമേഗ ആ സംഭവത്തിന് എക്സ്പാൻഡ് ചെയ്യാം. വി ക്യാൻ എക്സ്പാൻഡ് ദി സെക്കൻഡ് തിങ്. ആ സംഭവത്തിന് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. സൈൻ എ സൈൻ ബി. വാട്ട് ഈസ് സൈൻ എ സൈൻ ബി? സൈൻ എ സൈൻ ബി എന്താണ്? സൈൻ എ സൈൻ ബി എന്താ വരെ പഠിച്ചിട്ടില്ലേ? സൈൻ എ സൈൻ ബി
2 sin A sin B പഠിച്ചിട്ടില്ലേ മുമ്പ് ട്രിഗണോമെട്രിയിൽ? cos A plus B എന്താണ്? cos A plus B. cos A cos B minus sin A sin B. cos A minus B എന്താണ്? cos A cos B plus sin A sin B. sin A plus B. So what will be this? Cos A minus B minus cos A plus B. Cos A minus B minus cos A plus B. That is 2 sin A cos B. 2 sin A cos B. Okay, derivation ചിലവർക്ക് പ്രത്യേകിച്ച് നീറ്റില് മാത്സ് എടുക്കാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർ ഫൈനൽ ആൻസർ മാത്രം പഠിച്ചു വെക്കും. ഫൈനൽ ആൻസർ മാത്രം പഠിച്ചു വെക്കും. സോ 2 sin A cos B. sin A cos B എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ഇങ്ങോട്ട് പോകും. സോ ഇൻസ്റ്റന്റേനിയസ് പവർ P ഇൻസ്റ്റന്റേനിയസ്, ഈ സംഭവം സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടോ. ഈ sin A cos B എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. V0 I0 by 2, ഈ 2 അവിടെ വരും. cos omega t minus omega t plus 5. അല്ലെങ്കിൽ കോസ് ഏത് എയും ബി ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. കോസിന്റെ കേസിൽ എ മൈനസ് ബി എ പ്ലസ് ബി ഒക്കെ ഒന്ന് തന്നെയാണ്. അല്ല സോറി, എ മൈനസ് ബി ആണെങ്കിലും ബി മൈനസ് എ ആണെങ്കിലും കോസിന്റെ കേസിൽ സെയിം ആണ്. ബിക്കോസ് കോസ് ഓഫ് മൈനസ് തീറ്റ ഇസ് കോസ് തീറ്റ. സോ ഫസ്റ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് കോസ് 5 ആണ്. V0 I0 by 2 cos 5 ആണ് ഫസ്റ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ കോസ് ഓഫ് മൈനസ് 5 ഏതാണ്? കോസ് എ മൈനസ് ബി ആണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് കിട്ടാൻ പോകുന്നത് കോസ് എ പ്ലസ് ബി. സോ ദാറ്റ് ഈസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5 എന്ന്. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ. മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. പരമാവധി സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. So P average is equal to integral 0 to t pi dt divided by pi dt divided by integral time period. This is integral 0 to t v0 I0 by 2 cos 5 minus cos 2 omega t plus 5. Okay. Now, ഇപ്പൊ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരു കോസ് 5 എന്ന് പറയുന്ന ടേം ഉണ്ട്. കോസ് 5 ഇസ് എ കോൺസ്റ്റന്റ്. കോസ് 5 ഒരു കോൺസ്റ്റന്റ് ആണ്. കോസ് 5 ഇസ് എ കോൺസ്റ്റന്റ്. പിന്നെ ഉള്ളത് കോസ് 2 ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന സംഭവമാണ്. കോസ് 2 ഒമേഗ ടി പ്ലസ് 5 അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഫംഗ്ഷൻ ഓഫ് കോസ് 2 ഒമേഗ ടി ഓവർ എ സൈക്കിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ആ സംഭവത്തിന് ഓവർ എ സൈക്കിൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? കോസ് 2 ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുമ്പോൾ കുറച്ച് അപ്പുറത്ത് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു മാത്രം. എന്നാലും ഒരു സൈക്കിളില് കോസ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും ദാറ്റ് ഈസ് 0. ഓക്കെ, സൈക്കിൾ ദാറ്റ് ടേം, ആ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഉള്ളത് കോസ് 5. കോസ് 5 ഇസ് എ കോൺസ്റ്റന്റ്. കോസ് 5 ഇൻറ്റു ടി എന്ന് വരും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ആ ടി ക്യാൻസൽ ചെയ്ത് പോയത് പി ആവറേജ് ഇസ് ഈക്വൽ ടു V0 I0 by 2 cos 5. Very important equation. P average is equal to V0 I0 by 2 cos 5. P average is equal to V0 I0 by 2 cos 5. Or P average is equal to നേരത്തെ പറഞ്ഞ പോലെ √2 into √2 എന്ന് എഴുതിയാൽ എന്ത് കിട്ടും? VRMS IRMS into cos 5. VRMS into IRMS cos 5 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് ഏതുപോലെ തന്നെ നമ്മൾ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ തന്നെയാണ്. അതിനകത്ത് എന്ത് വന്നു എന്നുള്ളൂ? ഒരു കോസ് 5 വി ഇൻറ്റു ഐ ഇൻറ്റു ഒരു കോസ് 5 എന്ന് പറയുന്ന ഒരു ടേം വന്നു എന്ന് മാത്രം. ഒരു കോസ് 5. റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ 5യുടെ വാല്യൂ എത്രയാ? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് 5 ഫോർ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്?
പ്യൂർ റെസിസ്റ്റീവ് ആണെങ്കിൽ ഫൈയുടെ വാല്യൂ 0, cos phi 1, VRMS into IRMS. പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എത്രയാണ്? ഫൈയുടെ വാല്യൂ ഇറ്റ് ക്യാൻ ബി either pi/2 or minus pi/2 depending on ഏതാണ് നമ്മൾ ലീഡ് ചെയ്യുന്ന ലാഗ് ചെയ്യുന്ന എടുക്കുന്നതിന്. ഇറ്റ് വിൽ ബി pi/2. പ്യൂർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിലും ഇറ്റ് വിൽ ബി pi/2. So that power P average will be 0. P average is 0. So ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ടേം ആണ് cos phi, and cos phi is given by നമ്മൾ മുമ്പ് വരച്ചിട്ടുള്ള ഇംപിഡൻസ് ട്രയാങ്കിളിലുള്ള സംഭവം തന്നെയാണ് ഈ cos phi എന്ന് പറയുന്ന സംഭവം. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന cos phi എന്താണ് കിട്ടിയത്? This is R, this is XL minus XC, this is phi, this is Z. So cos phi is R by Z from impedance triangle. This is called a very important term, power factor. Cos phi നമ്മൾ പറയുന്ന പേരാണ് power factor എന്ന് പറയുന്നത്. Cos phi is called power factor. Cos phi നമ്മൾ power factor എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പവറിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ P average is equal to VRMS into IRMS into cos. ഇനി ഇതിന്റെ പവറിന്റെ കേസിൽ ചില കാര്യങ്ങൾ നോട്ടായിട്ട് എഴുതി വെച്ചു. നോട്ട് പവർ ഇസ് ഈക്വൽ ടു V0 I0 by 2 cos phi or VRMS IRMS cos phi. ഇതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഇതിനെ മാറ്റി എഴുതാണ്. P is equal to VRMS IRMS into R by Z. അല്ലേ? cos phi എന്ന് പറഞ്ഞാൽ എന്താ? What is cos phi? ജോൺ എന്താ കൈവയ്ക്കേ? cos phi എന്താണ്? VRMS IRMS ഇതിന്റെ cos phi എന്ന് പറയുന്നതാണ് R by Z. Okay. Now what is this VRMS by Z? VRMS by Z എന്താണ്? Z VRMS ന്റെ കൂടെ കൊടുത്താൽ എന്താണ്? IRMS ആണ്. V0 by Z ആണെങ്കിൽ I0 ആണ്. VRMS by Z ആണെങ്കിൽ IRMS ആണ്. So this can be written as IRMS squared into R. This can be written as IRMS squared into R. പറഞ്ഞു മനസ്സിലായോ? IRMS squared into R. So basically ഇത്രേ ഉള്ളൂ. LCR സർക്യൂട്ടിലെ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഏതിന് അക്രോസ് മാത്രമാണ്? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതിന് അക്രോസ് മാത്രമാണ് പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്? ഏതിന് അക്രോസ് മാത്രമാണ് പവർ ആവറേജ് പവർ ഉള്ളത്? ഏതിന് അക്രോസ് മാത്രം? റെസിസ്റ്ററിന് അക്രോസ് മാത്രമാണ്. ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് അല്ലെങ്കിൽ പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള RMS സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ? അതിലൂടെയുള്ള RMS സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദിസ്. അതാണ് ഈ കേസിൽ വരുന്നത്. ഇനി ഇത്രയാണ് പവറിന്റെ കേസിൽ പറയാൻ. കറണ്ട് ഇൻറ്റു ദിസ് ത്രൂ ദി റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് പവർ. ഇതാണ് LCR സർക്യൂട്ടിലെ പവർ. VRMS into IRMS into cos phi or IRMS squared into R. IRMS squared into R. വേറൊരു ഫോമിലും കൂടി എഴുതാം. ദാറ്റ് ഈസ് VRRMS squared by resistance എന്ന് എഴുതാം. മനസ്സിലായോ? VRRMS squared എന്ന് പറഞ്ഞാൽ എന്താ? VRRMS squared into resistance എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ RMS വാല്യൂ അതിന്റെ സ്ക്വയർഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതാം. അതായത് ആ സർക്യൂട്ട് റെസിസ്റ്റീവ് സർക്യൂട്ട് മാത്രം ആണെന്ന് വിചാരിച്ചിട്ട് അതിനക്രോസ് റെസിസ്റ്ററിന് അക്രോസ് മാത്രമുള്ള RMS വാല്യൂ ബൈ R ചെയ്താൽ മതി. പക്ഷെ ഈ സംഭവം കൂടി പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കേണ്ട. മുകളിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഓർത്തിരിക്കുക. IRMS സ്ക്വയർഡ് ഇൻറ്റു റെസിസ്റ്റർ. I സ്ക്വയർഡ് ഇൻറ്റു R പോലെ യൂസ് ചെയ്യാം. ആ റെസിസ്റ്ററിന് അക്രോസ് മാത്രമേ എന്തുള്ളൂ? പവർ ഡിസിപ്പേഷൻ ഉള്ളൂ. ബാക്കിയുള്ള രണ്ടിന് അക്രോസും ആവറേജ് വാല്യൂ 0 ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിലൂടെയുള്ള കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, so that's about it. That is about power in an LCR circuit. ഇതാണ് LCR സർക്യൂട്ടിലെ പവർ എന്ന് പറയുന്നത്. So that's about it. ഇനി നമുക്ക് ഇതിൽ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം.
പിന്നെ ചെയ്യാം, ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കിയേ. 23. ഇത് ഹെഡ്സ് ആട്ടോ, HS എന്നല്ല, ദിസ് ഈസ് ഹെഡ്സ്. A coil has a resistance of 10 ohm and inductance of 0.4 Henry. It is connected to an AC source of 6.5 volts and 30 by pi hertz. 30 by pi hertz. The average power consumed is. Average power consumed. അപ്പൊ ഇവിടെ ഇൻഡക്ടർ കോയിലിന് എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ബേസിക്കലി LR സർക്യൂട്ട് ആണ്. ഏതായാലും നമ്മൾ പവറിന്റെ ഇക്വേഷൻ ഇതാണ്. ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. V0 I0 by 2 cos phi അല്ലെങ്കിൽ VRMS IRMS cos phi എന്നോ. Cos phi is called power factor. ഏതായാലും ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം, റെസിസ്റ്റൻസ് അറിയാം. സോ VRMS IRMS cos phi is R by Z. അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അതല്ല IRMS സ്ക്വയർഡ് ഇൻറ്റു റെസിസ്റ്റൻസോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. IRMS കണ്ടുപിടിച്ചിട്ട് IRMS സ്ക്വയർഡ് ഇൻറ്റു റെസിസ്റ്റൻസോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പെട്ടെന്ന് ചെയ്തേ. IRMS എത്ര കിട്ടിയ? വേറെ രീതിയിലും ചെയ്യാം കേട്ടോ, ഞാൻ പറയാം. Z is equal to root of 10 square plus LC അല്ലേ, L ഒമേഗ എന്ന് വരും. That is 0.4 into L 0.4 ആണ്. ഒമേഗ എന്ന് പറയുന്നത് 60 അല്ലേ. ടു പൈ ഇൻറ്റു ഫ്രീക്വൻസി ആണ് ഒമേഗ. ഫ്രീക്വൻസി 30 by pi ആണ്. That is 60 the whole square. So this is root of 10 square plus 24 square. This is 26 ആണോ? 26 അല്ലേ ഇവിഡൻസ്? സി 10:24 എന്ന് പറഞ്ഞ റേഷ്യോ 5:12 അല്ലേ. 10:24 എന്ന് പറഞ്ഞ റേഷ്യോ 5:12. 5:12 13 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് അറിയില്ലേ? 5:12 13. അങ്ങനെയാണെങ്കിൽ 10:24 അങ്ങനെയാണെങ്കിൽ അടുത്തത് 26 ആയിരിക്കും. കോസ് ഫൈയുടെ വാല്യൂ എത്രയാ? R by Z. That is 10 by 26. R by Z. IRMS കണ്ടുപിടിക്കാം. 6.5 by 26. IRMS VRMS by 26. Z. VRMS by Z എന്ന് വരും. That is 6.5 by 26. That is 1 by 4 ampere. So value substitute ചെയ്യാൻ ആൻസർ കിട്ടുമോ? So VRMS 6.5 into 1 by 4 into 10 by 26. 10 by 26. So this will be 4 ബാക്കി വരും. 10 by 16 or 5 by 8 watts. 10 by 16 or 5 by 8 watts. ഇതാണ് പവറിന്റെ ഇക്വേഷൻ. പവറിന്റെ ഇക്വേഷൻ. സോ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെസ്റ്റുകളൊന്നുമില്ല. ഇനി പവറിന്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറൊരു ഇക്വേഷനും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം.
I can write one more equation in the case of power. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ IRMS P is equal to IRMS squared into R, that has to be equal to IRMS എന്ന് പറഞ്ഞാൽ എന്താ VRMS. ഈ VRRMS എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് മാത്രമുള്ളതിന്റെ RMS ആ പറഞ്ഞോ. ഞാനിവിടെ എഴുതി വെട്ടിയിട്ടുള്ള ഇക്വേഷനിൽ റെസിസ്റ്ററിന് അക്രോസ് മാത്രമുള്ള RMSന്റെ അതാണ് പറഞ്ഞത്. അതല്ല ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സോഴ്സിന്റെ മൊത്തം RMS ആണ്. VRMS by Z. VRMS by Z. So ആ ഇക്വേഷൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ this can be power can be written as VRMS square divided by Z square into R. ഇവിടുത്തെ VRMS എന്താ? ഇവിടുത്തെ VRMS സോഴ്സിന്റെ VRMS ആണ്. ഞാൻ ഇവിടെ എഴുതിയ VRMS എന്തായിരുന്നു? റെസിസ്റ്ററിന് അക്രോസ് ഉള്ളതിന്റെ മാത്രം VRRMS ആയിരുന്നു. ആ ഇക്വേഷൻ ഏതായാലും മറന്നേക്കുക, അത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി. VRMS squared by Z square into R എന്ന് പറയുന്ന ഇക്വേഷനും നമുക്ക് എഴുതാൻ പറ്റും. So that's about power. So ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഏതാണോ എളുപ്പം തോന്നുന്നത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. ഇനി അടുത്തത് AC ഏകദേശം തീരാറായിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തിയറി മൊത്തം തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് ആണ് റെസൊണൻസ്. റെസൊണൻസ് എന്ന് പറയുന്ന ഏരിയ AC സർക്യൂട്ടിൽ റെസൊണൻസ് എന്താണ്? സോ റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കറണ്ട് അല്ലെങ്കിൽ സർക്യൂട്ടിലെ കറണ്ട് ഓർ പവർ മാക്സിമം വരുന്ന സിറ്റുവേഷൻ. കറണ്ട് ഓർ പവർ മാക്സിമം വരുന്ന സിറ്റുവേഷൻ. കറണ്ട് മാക്സിമം ആവും തന്നെ അല്ലേ പവർ മാക്സിമം ആവും. IRMS സ്ക്വയർഡ് ഇൻറ്റു R അല്ലേ പവർ എന്ന് പറയുന്നത്. സോ കറണ്ട് മാക്സിമം ആവണം. R ഫിക്സ്ഡ് ആണ്, സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഫിക്സ്ഡ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I മാക്സിമം ആവണം. സോ ദാറ്റ് കറണ്ട് ഹാസ് ടു ബി മാക്സിമം. എങ്ങനെയാണ് കറണ്ട് മാക്സിമം അല്ലെങ്കിൽ പവർ മാക്സിമം? നമ്മളൊരു LCR സർക്യൂട്ട് എടുക്കുമ്പോൾ we take an LCR circuit. LC V is equal അല്ലെങ്കിൽ I is equal to IRMS അല്ലെങ്കിൽ I0 is equal to V0 by Z. Where Z is equal to R square plus XL minus XC the whole square. എപ്പോഴായിരിക്കും കറണ്ട് മാക്സിമം ആവുക? നമുക്കറിയാം XL is equal to L omega, XC is equal to 1 by C omega. അല്ലേ? XL is equal to L omega, XC is equal to 1 by C omega. അപ്പോ ഒമേഗ കൂടി വരുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? See, smaller values of ഒമേഗക്ക് ഏതാണ് കൂടുതൽ? XC ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലേ? For smaller values of omega, XC will be more. XC ആണ് കൂടുതലായിട്ടുണ്ടാവുക. ഫോർ ലാർജർ വാല്യൂസ് ഓഫ് ഒമേഗ ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? XL ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ? കാരണം XCയുടെ കേസിൽ ഒമേഗ ഡിനോമിനേറ്ററിലാണ്. സോ ഒമേഗ കുറയും തോറും XC കൂടുകയാണ് ചെയ്യുന്നത്. ലാർജർ വാല്യൂസിന് XL ആണ് കൂടുതൽ ഉണ്ടാവുക. സോ ഒമേഗ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്മോളർ വാല്യൂ ഒമേഗ കൂട്ടി കൊണ്ടുവരും. എന്ത് സംഭവിക്കും? XC കുറയും, XL കൂടി വരും. ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ XL-ഉം XC-യും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. XL-ഉം XC-യും ഈക്വൽ ആവുമ്പോഴല്ലേ ഇംപിഡൻസ് മിനിമം ആവുന്നത് അല്ലേ? ഇംപിഡൻസ് ഈസ് മിനിമം. വെൻ ഈസ് ദി ഇംപിഡൻസ് മിനിമം? ഇംപിഡൻസ് ഈസ് മിനിമം വെൻ XL ഈസ് ഈക്വൽ ടു XC. ഇതിനകത്ത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്നത് ആരാ? ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്നത് ആരാണ്? XL-ഉം XC-യും മാത്രമല്ലേ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്നുള്ളൂ. R-നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി കനോട്ട് ചേഞ്ച് ദി വാല്യൂ ഓഫ് R. സോ XL-ഉം XC-യും എന്താണ്? ദി വാല്യൂ ഓഫ് XL ആൻഡ് XC varies with R. Okay. So varies with the frequency. So current is maximum. Current is maximum when Z is
minimum. Z is minimum. That is, എപ്പോഴാണ് Z is minimum ആവുന്നത്? XL is equal to XC ആവും. XL is equal to XC ആവുമ്പോഴാണ്. That is, അപ്പൊ Z ന്റെ വാല്യൂ എന്താണ്? R ആയിട്ട് മാറും. Z becomes R. So ഈ XL is equal to XC ആവുന്ന ഈ സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. റെസൊണൻസ് കണ്ടീഷൻ. Or L omega is equal to 1 by C omega. L omega is equal to 1 by C omega. Or omega square is equal to എന്ത് വരും? Omega square is equal to 1 by LC implies omega is equal to 1 by root LC. Omega is equal to 1 by root LC. Or resonant frequency ഇതിനെയാണ് omega R നടക്കുന്നത്. Let's give 1 by 2 pi root LC. Resonant frequency. അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2 pi into frequency ആണ്. Frequency എന്ന് പറഞ്ഞാൽ omega by 2 pi ആണ്. 1 by 2 pi root LC. ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ മുമ്പ്? ഈ സംഗതി മുമ്പ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 1 by 2 pi root LC വരുന്നത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 1 by 2 pi root LC വരുന്നത് ഫ്രീക്വൻസി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതിലാണ് പഠിപ്പിച്ചത്? എവിടെയാണ് പഠിപ്പിച്ചത്? ഫ്രീക്വൻസി ഏതോ ഒരു കേസിൽ ഫ്രീക്വൻസി 1 by 2 pi root LC വരുന്നത് കഴിഞ്ഞ ചാപ്റ്ററിലാണ് പഠിപ്പിച്ചത്. ആർക്കും അറിയില്ല? കഴിഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടാരും ചെയ്തിട്ടില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞ് എവിടെയാണ് ഇത് വന്നിട്ടുള്ളത്? 1 by 2 pi root LC. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1 by 2 pi root LC കഴിഞ്ഞ ചാപ്റ്ററിൽ എവിടെയാണ് വന്നത്? ആരുമില്ലേ? ശ്രീലക്ഷ്മി പറഞ്ഞേ. LC ഓസിലേഷൻ. ഓക്കെ, LC ഓസിലേഷൻസിലാണ് അത് പറഞ്ഞത്. ഓക്കെ, LC ഓസിലേഷൻസിന്റെ കേസിലാണ് 1 by 2 pi root LC. അതേപോലെ തന്നെ ഇവിടെ റെസൊണൻസ് ഫ്രീക്വൻസിയും എന്താണ്? 1 by 2 pi root LC ആണ്. അപ്പോ ഇതിനെയാണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് റെസൊണന്റ് ഫ്രീക്വൻസി. അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി എന്താണ്? അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി XL is equal to XC ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിക്കും. അറ്റ് റെസൊണൻസ് ഇംപിഡൻസ് is minimum and Z minimum is Z minimum എന്താണ്? R എന്ന് കിട്ടും. R എന്ന് കിട്ടും. കറണ്ട് എന്താണ്? കറണ്ട് മാക്സിമം I0 is equal to V0 by Z, that is equal to V0 by R എന്ന് കിട്ടും. V0 by Z, that is equal to V0 by R എന്ന് കിട്ടും. ഓക്കെ, ഒരു സെക്കൻഡ്. V0 by R എന്ന് വരും. അതേപോലെ IRMS ആണെങ്കിലും IRMS equal to VRMS by R. Power maximum. What is that maximum power? Maximum power എന്താ വരിക? Power maximum VRMS IRMS cos phi. Cos phi എന്താ? R by Z ആണ്. Cos phi is equal to R by R എന്ന് വരും. That is 1. Cos phi is R 1. So at resonance power factor എന്താണ്? റെസൊണൻസിലെ പവർ ഫാക്ടർ എന്താണ്? Power factor is 1 in the case of resonance. Cos phi 1 ആണ്. So P max is equal to ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
VRMS into IRMS into 1 എന്ന് വരും. ഇനി VRMSന് എന്ത് ചെയ്യാം? IRMS into Z എന്ന് എഴുതാം. സോ അല്ലെങ്കിൽ IRMS സ്ക്വയർഡ് ഇൻറ്റു R തന്നെ എഴുതാം. ഇത് എല്ലാ കേസിലും എഴുതാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ VRMS സ്ക്വയർഡ് ബൈ R എന്ന് എഴുതാം. ഇതായിരുന്നാ കിട്ടിയത്? പിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? VRMS സ്ക്വയർഡ് ബൈ Z സ്ക്വയർ ഇൻറ്റു R. ഇങ്ങനെ ഇക്വേഷൻ ഞാൻ ലാസ്റ്റ് എഴുതിയില്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ ലാസ്റ്റ് എഴുതിയില്ലേ? അതിനകത്ത് Z ന്റെ വാല്യൂ എന്താണ്? R ആണ്. സോ P max is equal to VRMS squared by R എന്നും എഴുതാൻ പറ്റും. സോ പവറിന്റെ കേസിൽ റെസൊണൻസിൽ എന്താണ്? പവർ മാക്സിമം ആണ്, കറണ്ട് മാക്സിമം ആണ്, ഇംപിഡൻസ് മിനിമം ആണ്. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ദാറ്റ് പർട്ടിക്കുലർ ഫ്രീക്വൻസി ഈസ് കോൾഡ് റെസൊണൻസ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ആ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? 1/2π√LC. 1/2π√LC. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് അറ്റ് റെസൊണൻസ് VL0 എന്താ? I0 into XL അല്ലേ? VC0 എന്താ? I0 into XC അല്ലേ? സോ VL0 equal to എന്തായിരിക്കും? VC0. രണ്ട് സൈഡും റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ VRMS, അതായത് റെസിസ്റ്ററിന് അല്ല ഇൻഡക്ടറിന് അക്രോസ് ഉള്ള RMS equal to കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള RMS. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള RMS will be equal to the RMS across the capacitor. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള RMS ഈക്വൽ. അതേപോലെ തന്നെ നമ്മൾ LC സർക്യൂട്ടിൽ നമ്മൾ എഴുതിയിരുന്ന സംഭവമാണ്, അല്ലെങ്കിൽ LCR സർക്യൂട്ടിൽ നമ്മൾ എഴുതിയിരുന്ന സംഭവമാണ് V0 is equal to VR സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ VR0 സ്ക്വയർ പ്ലസ് VL0 മൈനസ് VC0 ദി ഹോൾ സ്ക്വയർ. നമ്മൾ ഫേസർ ഡയഗ്രം ഒക്കെ വരച്ചിട്ട് I ഇങ്ങനെ വരും, അതിന്റെ അതേ ഡയറക്ഷനിലാണ് VR0, മുകളിലോട്ടാണ് VL0, താഴേക്കാണ് VC0 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ടന്റ് അല്ലെ VL മൈനസ് VC ഇവിടെ ഉണ്ടാവും, റിസൾട്ടന്റ് ആയിട്ട് ഇതിന്റെ എല്ലാത്തിനെയും കൂടി റിസൾട്ട് ഇതാണെന്ന് പറഞ്ഞു. സോ സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മൊത്തം ഈ ടേം എന്തായിട്ട് മാറും? ഈ ടേം 0 അല്ലേ? VLRMS ഈക്വൽ ടു VC അല്ലേ? ആ ടേം 0 അല്ലേ? സോ സോഴ്സിന്റെ ഫുൾ വോൾട്ടേജ് മാർക്ക് അക്രോസ് തന്നെ കിട്ടും, റെസിസ്റ്ററിന് അക്രോസ് തന്നെ വരുന്ന സിറ്റുവേഷൻ. നേരത്തെ ബാക്കിയുള്ളതിന് അക്രോസ് 0 എന്നല്ല, ബാക്കിയുള്ളതിന് അക്രോസ് ഇൻഡക്ടറിന് കപ്പാസിറ്ററിനും ഇതിനും അക്രോസ് ഉള്ള ഇൻസ്റ്റന്റേനിയസ് 0 എന്നല്ല, അത് 0 എന്നല്ല, അത് രണ്ടും ഓപ്പോസിറ്റ് ഫേസിലാണ്. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ളത് എത്രയാണ്? π/2 ലാഗ് ചെയ്യുമ്പോൾ മറ്റാള് π/2 ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക്കലി രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? വാട്ട് ഈസ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ? What is the phase difference between the voltage across capacitor and inductor? പെട്ടെന്ന് പറയൂ. കപ്പാസിറ്ററിനും ഇൻഡക്ടറിനും അക്രോസ് ഉള്ള വോൾട്ടേജ് 180 ഡിഗ്രി അല്ലെ? 180 ഡിഗ്രി ആണ്. സോ അത് ഈക്വൽ ആവുമ്പോൾ അവർ ക്യാൻസൽ ചെയ്ത് പോകും, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ഇൻഡിവിജ്വലി ഓരോന്നിന് അക്രോസ് ഉണ്ട്, രണ്ടും കൂടി എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, രണ്ടും കൂടി എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഞാനൊരു V0 ഈക്വൽ ടു VR0, അതേപോലെ VRMS is equal to VRRMS എന്നും പറയും. VRRMS എന്നും പറയാം. അപ്പൊ ഒരു റെസൊണൻസ് സർക്യൂട്ടില് ഇങ്ങനെ കാണിക്കുള്ളൂ. ഇതിന്റെ RMS 300 വോൾട്ട് ആണ്. ഇത് റെസൊണൻസിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്രോസ് എത്രയായിരിക്കും? 300 വോൾട്ട് ആയിരിക്കും. ഇതിനെ ക്രോസ് ചിലപ്പം 200 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്രോസും 200 ആയിരിക്കും. ഇങ്ങനെ കാണിക്കുക RMS വാല്യൂസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും അക്രോസ് സെയിം വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് സർക്യൂട്ട് ഈസ് ഇൻ റെസൊണൻസ്. ഇവിടെ നമ്മൾ 200 എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അത് RMS വാല്യൂ മാത്രമാണ്.
ഒരാൾക്ക് അക്രോസ് +200 ഉണ്ടാകുമ്പോൾ മറ്റാൾക്ക് അക്രോസ് -200 ആയിരിക്കും. ഒരാൾക്ക് അക്രോസ് -100 ഉണ്ടാകുമ്പോൾ മറ്റാൾക്ക് അക്രോസ് +100 ആയിരിക്കും. രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. RMS വാല്യൂ നമ്മൾ എപ്പോഴും പോസിറ്റീവ് മാത്രമേ വരൂ. റെസിസ്റ്ററിന് അക്രോസ് എന്തായിരിക്കും? ഈ സോഴ്സിന്റെ വോൾട്ടേജ് തന്നെയായിരിക്കും ഏതിന്റെ കേസിൽ ഉണ്ടാവുക? ഏതിന്റെ കേസിൽ ഉണ്ടാവുക? AC സർക്യൂട്ട്സിന്റെ കേസിൽ ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് റെസൊണൻസ്. അപ്പൊ റെസൊണൻസിന്റെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് റെസൊണൻസ് കണ്ടീഷൻ? ആ കറണ്ടിന്റെ ഇക്വേഷൻ ആലോചിക്കുക. കറണ്ടിന്റെ ഇക്വേഷനിൽ കറണ്ട് മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ Z എന്തായിരിക്കണം? മിനിമം ആവണം. Z ന്റെ ഇക്വേഷൻ ആലോചിക്കുക. √(r² + XL - XC²). അല്ലെങ്കിൽ ഇംപിഡൻസ് ട്രയാങ്കിൾ നമ്മുടെ മനസ്സിൽ വരാം. ഇംപിഡൻസ് ഏറ്റവും മിനിമം ആവണമെന്നുണ്ടെങ്കിൽ XL-ഉം XC-യും ക്യാൻസൽ ചെയ്ത് പോയിട്ട് RN ആവണം അല്ലേ? സോ ഫോർ ദാറ്റ് XL ഹാസ് ടു ബി ഈക്വൽ ടു XC. അങ്ങനെയാണെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാം. XL ഈക്വൽ ടു XC ആവുമ്പോഴാണ് റെസൊണൻസ് ആവുന്നത്. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം? റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതാം. ഇനി റെസൊണൻസ് കണ്ടീഷനിൽ കറണ്ട് മാക്സിമം ആയിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ട് പവർ മാക്സിമം ആയിരിക്കും. പിന്നെ പറഞ്ഞ എന്താണ്? സോഴ്സിന്റെ ഫുൾ വോൾട്ടേജും ആർക്ക് അക്രോസ് കാണാൻ പറ്റും, റെസിസ്റ്ററിന് അക്രോസ് കാണാൻ പറ്റും. ബാക്കി ഇൻഡക്ടറിന് അക്രോസും കപ്പാസിറ്ററിന് അക്രോസും ഇൻഡിവിജ്വലി 0 ആണോ? അല്ല, ഇൻഡിവിജ്വലി 0 അല്ല. ബട്ട് രണ്ടും കൂടി എടുക്കുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ ഒരു സർക്യൂട്ട് വരച്ചു. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് 300 വോൾട്ട് റെസൊണൻസ് കണ്ടീഷൻ ആണ്. റെസൊണൻസിലാണെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു AC വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഇവിടെയും ഒരു AC വോൾട്ട് ഇവിടെ ഒരു AC വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഇവിടെയും ഒരു AC വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഇവിടെയും ഒരു AC വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു AC വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഓക്കെ, ഈ വോൾട്ട് ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. 1ലെ റീഡിങ് തന്നിട്ടുണ്ട്, സേ 250 വോൾട്ട്സ്. RMS വാല്യൂസ് ആണ് AC വോൾട്ട് മീറ്റേഴ്സ് റീഡ് ചെയ്യുക. AC വോൾട്ട് മീറ്റേഴ്സ് റീഡ് ചെയ്യുക RMS വാല്യൂസ് ആണ്. നമ്മളെ സാധാ DC അമ്മീറ്ററും വോൾട്ട് മീറ്ററും വെച്ച് നമുക്ക് AC മെഷർ ചെയ്യാൻ പറ്റില്ല. സോ 1ന്റെ റീഡിങ് എത്രയാണ്? ദി റീഡിങ് ഓഫ് 1 ഈസ് 250 വോൾട്ട്സ്. എനിക്ക് വേണ്ടത് 2, 3, 4ന്റെ റീഡിങ്സ് ആണ് എനിക്ക് അറിയേണ്ടത്. I want to know the readings of 2, 3 and 4. 2, 3, 4 എന്ന് പറയുന്ന വോൾട്ട് മീറ്റേഴ്സിന്റെ റീഡിംഗ് ആണ്. കണ്ടീഷൻ റെസൊണൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടെൽ മീ 2 എന്താണ്? 2ന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? RMS വാല്യൂ 250 വോൾട്ട്സ്. എന്തുകൊണ്ടാണ്? റെസൊണൻസ് കണ്ടീഷനിൽ VL ഈക്വൽ ടു VC 250 വോൾട്ട്സ്. 3ക്ക് അക്രോസ് ഉള്ള എത്രയാണ്? 300 വോൾട്ട്സ്. 3ക്ക് അക്രോസ് ഉള്ള 300 വോൾട്ട്സ്. Now 4ന് അക്രോസ് വെരി ഗുഡ് 0 വോൾട്ട്സ്. കാരണം എന്താണ്? രണ്ടും കൂടി നെറ്റ് എടുക്കുമ്പോൾ RMS 0 ആണ്, അത് ക്യാൻസൽ ചെയ്തിട്ട്. ഓക്കെ, വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, സോ ഇതാണ് റെസൊണൻസ് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Is it clear? Okay, so that is about a major portion of AC നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് രണ്ട് ചെറിയൊരു ടോപ്പിക് കൂടിയേ ഉള്ളൂ. ഒന്ന് ട്രാൻസ്ഫോമറും പിന്നെ ഒരു ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയേ ഉള്ളൂ. നമുക്ക് ഇന്നിപ്പോ തൽക്കാലം ഇത്രയും മതി തിയറി പാർട്ട്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. സെക്കൻഡ്, എന്റെ ഐപാഡ് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. എന്റെ വൈഫൈക്ക് എന്തോ പറ്റി. ഇപ്പൊ വരും. One second.
ഹലോ ഗൗരി, സായിദ് ഉണ്ടോ അവിടെ? ഹലോ. വേണ്ട ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി ലോഗിൻ ചെയ്താൽ മതി, കുഴപ്പമില്ല. വാട്സപ്പ് ഓക്കെ. ഞാന് അല്ല എന്റെ ആരും പോകരുത്. ലോഗിൻ ആവുന്നില്ലല്ലോ ഐപാഡ്. എല്ലാവരും ഒന്ന് അടുത്തൊന്ന് വായിച്ചു നോക്കി. ഇപ്പൊ ശരിയാക്കി. ഓക്കെ. ഓക്കെ, എന്നാ അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കിയേ. 27 നമ്മൾ ചെയ്തിട്ട് വേണമെങ്കിൽ നിർത്താം. എന്തപ്പോ 27 in a series LCR circuit with an AC source
R is equal to 300 ohm, C is equal to 20 microfarad, and L is equal to 1 Henry. ഈ RMS ആണ് തന്നിട്ടുള്ളത്, ഇതും തന്നിട്ടുണ്ട്. Find RMS current in the circuit. RMS potential difference across the capacitor, resistor and inductor. RMS potential difference across the capacitor, resistor and inductor. എന്ന് പറഞ്ഞാല് VCRMS എന്ന് പറയുന്നത് എന്താണ്? IRMS into അതിന്റെ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. അല്ലെങ്കിൽ മാക്സിമം VC0 എന്താണെന്ന് വെച്ചാൽ I0 into XC ആണ്. അതേപോലെ ഓരോന്നായിട്ട് ചെയ്യും. Note that the sum of the RMS potential difference across the three elements is greater than the RMS voltage of the source. സോഴ്സിന്റെ RMS വോൾട്ടേജിനേക്കാളും കൂടുതലാണെന്ന് നോട്ട് ചെയ്യാനാണ്. കുഴപ്പമൊന്നുമില്ല. സോ ഓരോ വാല്യൂസ് കിട്ടിയില്ലേ? പെട്ടെന്ന് പറഞ്ഞ് കിട്ടിയോ? Z എത്രയാ? Z ഫൈൻ Z. How much is Z? $500 ആണോ? Z is equal to root of R square plus XL minus XC the whole square. So XL എത്രയാ? XL is equal to L omega, that is 1 into omega is frequency ആണ് 50 by pi. So omega എത്രയായിരിക്കും? 2 pi into 50 by pi. So that is 100 ആണ് XL. XL is equal to 100. XC എന്ന് പറഞ്ഞാൽ 1 by 20 into 10 raised to minus 6 into 100. പറഞ്ഞാൽ 2 pi f. 2 pi f ആണ് ഈ 100. So this is I think 500. ആണോ? 500 ohm. So this is root of 300 plus 100 minus 500 the whole square. That is root of 300 square plus 400 square. It is 500. So അത് കിട്ടും. RMS current. IRMS കിട്ടും. VRMS by Z. That is 50 by 500. 0.1. ഇനി കപ്പാസിറ്ററിന് അക്രോസുള്ള RMS വോൾട്ടേജ് എന്താണ്? IRMS into XC. That is 0.1 into 500. 50 volts. Okay. ഇൻഡക്ടറിന് അക്രോസുള്ള എന്താണ്? IRMS into XL. ഇൻഡക്ടറിന് അക്രോസുള്ള IRMS into XL, that is 0.1 into 100. 10 എന്നത്. റെസിസ്റ്ററിന് അക്രോസ് IRMS into. But note that അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. Note that the sum of the RMS potential difference across the three elements is greater than the RMS voltage of the source. സോഴ്സിന്റെ RMS വോൾട്ടേജിനേക്കാളും കൂടുതലാണ് മൂന്നും കൂടി ആഡ് ചെയ്താൽ. അത് മിക്ക LCR സർക്യൂട്ടിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. മൂന്നും കൂടി ആഡ് ചെയ്താൽ ശരിക്കും ചില സിറ്റുവേഷനിൽ എന്ത് വരും? കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാത്രം സോഴ്സിന്റെ വോൾട്ടേജ് മനസ്സിലായോ? കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഈ കേസില് ഈ ആറിന്റെ വാല്യൂ വാല്യൂ ഓഫ് R വാസ് 100. ആറിന്റെ വാല്യൂ 300 ഉള്ളതിന് പകരം 100 ആണെന്ന് വിചാരിച്ചു. 100 ആയിരുന്നെങ്കിൽ സെഡിന്റെ വാല്യൂ കുറയില്ലേ?
സെഡിന്റെ വാല്യൂ കുറഞ്ഞാൽ IRMS കൂടില്ലേ? IRMS കൂടില്ലേ? IRMS 0.2 ആയി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിനെ അക്രോസുള്ള വോൾട്ടേജ് എത്ര വരും? 0.2 ആയിരുന്നെങ്കിൽ IRMS 0.2 വന്നു വിചാരിച്ചു. IRMS 0.2 വന്നിരുന്നെങ്കിൽ കപ്പാസിറ്ററിനെ അക്രോസുള്ള വോൾട്ടേജ് എത്ര വന്നേനെ? 100 വോൾട്ട് എന്ന് വന്നേനെ. ദാറ്റ് ഈസ് മോർ ദാൻ ദി വോൾട്ടേജ് ഓഫ് ദി സോഴ്സ്. സോഴ്സിന്റെ വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. മനസ്സിലായോ? സോ അപ്പോ LCR സർക്യൂട്ട് അല്ലെങ്കിൽ AC സർക്യൂട്ട് കണ്ടിട്ട് പേടിക്കരുത്, അല്ലെങ്കിൽ അതിനകത്ത് കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. ദി വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഓർ ഇൻഡക്ടർ ക്യാൻ ബി മോർ ദാൻ ദി വോൾട്ടേജ് ഓഫ് സോഴ്സ്. അത് രണ്ടും ഓപ്പോസിറ്റ് ഫേസിലായതുകൊണ്ട് ഇൻഡക്ടറിന് അക്രോസ് ഉള്ളതും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ളതും സബ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്, അല്ലെ? VL മൈനസ് VC ചെയ്തിട്ടാണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ചിട്ട് VR² അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അങ്ങനെ വരും. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഡക്ടറിന് അക്രോസും അങ്ങനെ കൂടാം. ഈ കേസിൽ കൂടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇൻഡക്ടറിന് അക്രോസും അങ്ങനെ കൂടാം. ഈ കേസിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലായതുകൊണ്ട് കപ്പാസിറ്ററിന് അക്രോസ് ആയിരിക്കും കൂടുതൽ. ചില സിറ്റുവേഷനിൽ എല്ലായിരിക്കും XL ആയിരിക്കും കൂടുതൽ, അപ്പൊ ഇൻഡക്ടറിന് അക്രോസ് ആയിരിക്കും കൂടുതൽ. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള RMS വോൾട്ടേജ്, the RMS voltage across the resistor, can it be more than the RMS voltage of the source? സോഴ്സിന്റെ RMS വോൾട്ടേജിനേക്കാളും കൂടുതൽ ആവാൻ പറ്റുമോ? കൂടുതലാവാൻ പറ്റുമോ? The RMS voltage across the resistor, the RMS voltage across the resistor, can it be more than RMS voltage of the source? പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. കാരണം എന്താണ്? നമുക്കറിയാം RMS ഓഫ് ദി സോഴ്സ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് സോഴ്സ് ഈസ് ദി RMS ഓഫ് റെസിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് VL മൈനസ് VC സംഭവം രണ്ടിന്റെയും RMS സ്ക്വയർ. അല്ലെ? ഇതിന്റെ ഓരോന്നിന്റെ RMS. ഓക്കെ. സോ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ടേം മാക്സിമം പോയാൽ 0 വരെ, മിനിമം പോയാൽ 0 വരെ പോകാൻ പറ്റുള്ളൂ. സോ ദിസ് കനോട്ട് ബി മോർ ദാൻ VRRMS. ഏത്? VRRMS കനോട്ട് ബി മോർ ദാൻ VRMS. അതിനേക്കാളും കൂടാൻ പറ്റില്ല. സേ ഇത് 200 ആണെന്ന് വിചാരിച്ചു. ഇത് 200 ആണെന്നുണ്ടെങ്കിൽ ഇതിന് 200-നേക്കാളും കൂടുതലാവാൻ പറ്റുമോ? സോ ഇത് 240² പ്ലസ് ഈ ക്വാണ്ടിറ്റി എന്ത് വന്നാലും ഇത് 240-നേക്കാളും കൂടുതലായിരിക്കില്ലേ? പറഞ്ഞു മനസ്സിലായോ? പക്ഷേ കപ്പാസിറ്ററിന്റെ കേസിലും ഇൻഡക്ടറിന്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്താം. കാരണം റെസിസ്റ്ററിന് അക്രോസ് 100 ഉള്ളൂ എന്ന് വിചാരിച്ചോ. കപ്പാസിറ്ററിന് അക്രോസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കപ്പാസിറ്ററിന്റെ അക്രോസ് എനിക്ക് വേണമെങ്കിൽ 500 കൊടുക്കാം. അതിനനുസരിച്ച് ഇൻഡക്ടറിന് അക്രോസ് ഒരു 400 ഒക്കെ വന്നാൽ മതി. ഇതിപ്പോ ഏകദേശം ഇതിപ്പോ 100√2 എന്ന് വിചാരിച്ചു. 100√2. അപ്പൊ ഈ കേസിൽ എന്താണ്? ഇൻഡക്ടറിന് അക്രോസ് ഉള്ളതും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ളതും ഏതിനേക്കാളും കൂടുതലാണ്, അല്ലേ? ഇതിപ്പോ കറക്റ്റ് അല്ലേ? ഞാൻ എഴുതിയ ഇക്വേഷൻ കറക്റ്റ് അല്ലേ? ഇങ്ങനെ വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? So the potential difference across inductor or capacitor can be more than the potential difference of the source, the voltage of the source, but of that of inductor it cannot be more. ഇൻഡക്ടറിന്റെ കേസിൽ എന്താവാൻ പറ്റില്ല? കൂടുതൽ ആവാൻ പറ്റില്ല. സോ ഇത്രയാണ് നമുക്ക് AC സർക്യൂട്ടിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ വിചാരിച്ച സംഭവം. എന്നാല് ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യന്റെ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി. ക്വസ്റ്റ്യൻ നമ്പർ 4 റെസൊണന്റ് ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിച്ച്. ഈ സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിച്ച്. ഫൈൻഡ് ദി റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ദി സർക്യൂട്ട്. ഫൈൻഡ് ദി റെസൊണന്റ് ഫ്രീക്വൻസി. ഇത് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ. സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി കൂടി കണ്ടുപിടിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും. അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു EMIയുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരാൻ പറഞ്ഞിരുന്നു. അത് ഈ ക്ലാസ്സിലോട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് ഏതായാലും സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അടുത്ത ക്ലാസ്സിലൊരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും മിക്കവാറും AC എന്ന് പറയുന്ന പോർഷൻ. എന്നിട്ട് EMIയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലോട്ട് ഞാൻ 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിലോട്ട് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിലോട്ട് ആ 40 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത് കൂട്ടിയിട്ട് ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരണം. Do the first 50 questions from EMI. ഇതിന്റെ ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയിരുന്നോ? എത്ര വരും? 1/2π√LC. 1/2π√LC will be the resonant frequency. F is equal to
1 by 2 pi root LC. Root L എത്രയാ 100 into 10 raised to minus 3 into 100 into 10 raised to minus 6. ഉള്ളിലൊരു 10 raised to minus 5 ബാക്കി. 50 ആണോ വരണേ? 1 by പൈനെ വേണമെങ്കിൽ റൂട്ട് 10 പൈനെ വേണമെങ്കിൽ റൂട്ട് 10 അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കാട്ടോ. So this can be 1 by 2 pi. ഇതിന്റെ ഉള്ളില് എന്താ ബാക്കിയുള്ളത്? ഇത് പോയാൽ 10 raised to minus 5 ബാക്കി ഉണ്ടാവും അല്ലേ? സോ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 10 raised to minus 4 into ഒരു 10 raised to minus 1 എഴുതും. സോ ഈ 10 raised to minus 4 മുകളിലോട്ട് റൂട്ടിന്റെ പുറത്തോട്ട് വന്നാൽ 10 raised to minus 2 മുകളിലോട്ട് പോയാൽ 100. പിന്നെ ഇവിടെ ഉള്ളത് ഒരു 10 raised to minus 1 ആണ്. താഴെ ഒരു 10 raised റൂട്ടിന്റെ ഉള്ളിൽ 10 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by root 10. പൈയും റൂട്ട് 10ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. പൈയും റൂട്ട് 10ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് വിൽ ബി 100 by 250 ഫിറ്റ്സ്. ഞാൻ പറഞ്ഞു പൈ സ്ക്വയർ 10 ആണെന്ന് പറഞ്ഞിരുന്നു. പൈ സ്ക്വയർ 10 ആണെന്ന് പറഞ്ഞിരുന്നു. സോ പൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റൂട്ട് 10. അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ എ സിയിൽ നടത്താം. അപ്പൊ എ സിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു റിലേഷൻ ആണ് പൈ എന്ന് പറയുന്നത് 10 by പൈ ആണ്. അല്ലെങ്കിൽ പൈ സ്ക്വയർ എന്ന് പറയുന്നത് 10 ആയിട്ട് യൂസ് ചെയ്യുന്ന റിലേഷൻ. 1 by പൈ വരുന്നിടത്തൊക്കെ എന്ത് യൂസ് ചെയ്യാം? പൈ by 10 യൂസ് ചെയ്യാം. മനസ്സിലായോ? കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ കേസിൽ 1 by c ഒമേഗ വരും. അപ്പോ ആ ഒമേഗയിൽ പൈ മിക്കവാറും ഉണ്ടാവും. ആ പൈനെ മുകളിലോട്ട് എടുക്കാൻ 1 by പൈന് എന്ത് എഴുതിയാൽ മതി? പൈ by 10 എഴുതിയാൽ മതി. അതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. കാരണം അത് പ്രോബ്ലംസ് വളരെ സിംപ്ലിഫൈ ചെയ്യും. മിക്ക പ്രോബ്ലംസും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്തിട്ട്. So that is about today's class. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ.